ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ധ്യാനകഥയിലൂടെ ഈ സത്സംഗത്തിലേക്ക് കടക്കാം. ധ്യാനകഥയുടെ പേര് യാത്ര എന്നാണ്. കുറച്ച് സാധകരെല്ലാവരും കൂടി ഒരു ദിവസം ധ്യാനമന്ദിരത്തിൽ ധ്യാനഗുരുവിനോടൊപ്പം കഴിയാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. കുറച്ച് നാൾ കഴിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പ്ലാൻ ചെയ്യുകയായിരുന്നു. അതിന് ധ്യാനഗുരുവിൻ്റെ അനുവാദവും ലഭിച്ചു. കുറച്ച് സാധകരെല്ലാവരും കൂടി ധ്യാനഗുരുവിൻ്റെ ധ്യാന സെൻറ്ററിൽ വന്നിട്ട് ധ്യാനഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അവർ ജീവിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തങ്ങളിലെ അശ്രദ്ധയെപ്പറ്റി ഒരു തിരിച്ചറിവുണ്ടായത്. ഈ അശ്രദ്ധയെ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു അറിവും അവർക്ക് അപ്പോഴാണ് ലഭിച്ചത്. ഇനി അവർ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് വന്നപ്പോൾ വിശ്രമവേളകളിൽ അവർ വിശ്രാന്തിയിൽ വിശ്രമിക്കാനും പഠിച്ചു. വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ അവർക്ക് അവരുടെ ഓരോ പ്രവൃത്തിയും പ്രയത്നരഹിതമായിട്ട് പ്രയത്നിക്കുവാൻ സാധിക്കുകയും ചെയ്തു. അനാവശ്യ ചിന്തകൾ ഉള്ളിൽ പൊട്ടിമുളയ്ക്കുമ്പോൾ അതിനെ മുളയിലെ നുള്ളിക്കളയാനും അവർക്ക് സാധിച്ചു. നിമിഷങ്ങൾക്ക് വില കൽപ്പിച്ച് നിമിഷങ്ങളെ അറിഞ്ഞ അനുഭവം, ആ ഒരു അനുഭവം അവർക്കുണ്ടാവുകയും ചെയ്തു. ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അവർക്ക് അനുഭവത്തിലൂടെ തിരിച്ചറിയാനും സാധിച്ചു. സാധകർക്ക് ലഭിച്ചത് അകർമ്മത്തിൻ്റെ നാളുകളായിരുന്നു. കർമ്മിയെ തിരിച്ചറിയാനുള്ള അവസരങ്ങളായിരുന്നു സാധകർക്ക് ലഭിച്ചത്. അവസാനം പിരിഞ്ഞു പോകാനുള്ള ദിവസം അടുത്തു. എല്ലാവരും ഹൃദയത്തിൽ നിന്നുമാണ് വിടവാങ്ങൽ നൽകിയത് ഓരോരുത്തർക്കും. അവിടെ വാക്കുകൾ മൗനമായിരുന്നു. കോർത്തിരിക്കുന്ന ഹൃദയം ഒരിക്കലും പിരിയുകയില്ല. തങ്ങൾക്ക് പകർന്നു നൽകിയ അറിവ് പടരാൻ മാത്രം അനുവദിച്ചാൽ മതി എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഓരോ സാധകരും പിരിഞ്ഞുപോയത്. ഈ ധ്യാനകഥയുടെ ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധയെ ശ്രദ്ധിച്ചാൽ പിന്നെ അവിടെ അശ്രദ്ധയ്ക്ക് ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഈ ഒരു ധ്യാനകഥയിലൂടെ നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാലിലെ നാഗയക്ഷിയമ്മ ആൽത്തറയിലാണ്. പ്രഭാകര ഗിരിസ്വാമികളാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്തേ. ഓം നമോ നാരായണ. ജി, അങ്ങ് സന്യാസ ദീക്ഷ നേടിയത് മരുത്വാമലയിലെ അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഗുരുവിലേക്ക് എത്തിപ്പെട്ടത്? ഗുരുവിലേക്ക് കിട്ടപ്പെട്ടത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം മരുത്വാമലയിലുള്ള ആളാണ്. മരുത്വാമലയിൽ അദ്ദേഹത്തിൻ്റെ സ്വാമിയായിട്ട് മാധവപിള്ള സ്വാമി എന്നവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗുഹ നോക്കിക്കൊണ്ടിരുന്ന ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അവിടെ മലയിൽ പോയി അങ്ങനെ നേരെ സ്വാമിയെ പരിചയപ്പെട്ടു. അങ്ങനെ ആ രീതിയിൽ ഉള്ള സംസാരം കാര്യങ്ങളെല്ലാം ആയപ്പോഴത്തേക്ക് ദീക്ഷ സ്വാമിയുടെ നിന്നും വാങ്ങിക്കാം. അതിനുമുമ്പ് ഞാൻ മന്ത്രദീക്ഷ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം സന്യാസം വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിന്നും സന്യാസ ദീക്ഷയും കോമണം അതെല്ലാം കൂടെ കാവി ഇതെല്ലാം ദീക്ഷയായിട്ട് അദ്ദേഹം തന്നു. അങ്ങനെയാണ് ഞാൻ മരുത്വാമലയിൽ എത്തിപ്പെട്ടത്. അവിടെ കുറേ നാൾ അദ്ദേഹത്തിന് കുറേ നാൾ സേവിച്ച് അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഗുരുത്വപരമായിട്ട് തന്നെ നിന്ന. പിന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം പറ്റിയെന്ന് വെച്ചാൽ, ഈ കുണ്ടലിനി നമുക്ക് എഴിക്കും. ഈ ഏകമായിട്ടിരുന്ന് നമ്മൾ ചെയ്യുമ്പം ഈ കുണ്ടലിനി എഴിച്ച് വരുമ്പോഴത്തേക്ക് അതിന് ഒരു പരികർമ്മി കൂടെ വേണം. ശിഷ്യന്മാരാരെങ്കിലും വേണം. കാരണം ഇദ്ദേഹം നിയന്ത്രണം വിടും. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ പിടിച്ചിരുത്താനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും ഒരാൾ വേണം. അതല്ലെങ്കിൽ അദ്ദേഹം പുറത്ത് ചാടും.
പുറത്ത് ചാടിയാൽ പിന്നെ വസ്ത്രമോ പരിസരമോ മറ്റുള്ളതെല്ലാം അങ്ങ് മറക്കും. അപ്പം ഇദ്ദേഹത്തിന് ഈ രീതിയിൽ, ഞാനവിടെ ഇല്ലായിരുന്നപ്പോഴത്തേക്ക് ഈ രീതിയിൽ അദ്ദേഹത്തിന് കുണ്ടലിനി പൊക്കി അദ്ദേഹം നേരെ പുറത്ത് ചാടി. പുറത്ത് വന്ന് ഈ ജനങ്ങളൊക്കെ വസിക്കുന്ന സ്ഥലമല്ലേ, അവർ അദ്ദേഹത്തിനെ ഒരുപാട് ഉപദ്രവിച്ചു. വസ്ത്രമില്ലാതെ വന്നതുകൊണ്ട് ഒരുപാട് ഉപദ്രവിച്ച് ഒരുപാട് അടിയൊക്കെ കൊടുത്തു. അദ്ദേഹം ആ മരുത്വാമലയിൽ അദ്ദേഹം ചെയ്തിട്ട പ്രവൃത്തി എന്ന് പറയുന്നത്, മരുത്വാമലയിലെ താഴെ മുതൽ അങ്ങ് മേളിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമം ഇരിക്കുന്നത് വരെയുള്ള പടിക്കെട്ട് സർവ്വതും അദ്ദേഹം ഇട്ടുകൊടുത്തതാണ്. എല്ലാവർക്കും രാവിലെ ഭക്ഷണം അവിടെ ആ ആശ്രമത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നതാണ്. സർവ്വതും പറ്റിയ ജനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിനെ അടിച്ച് ഉപദ്രവിച്ച് ഈ രീതിയാക്കിയത് അദ്ദേഹം. കാരണം മനുഷ്യൻ അങ്ങനെ ഒരു കാര്യമുണ്ട്, ചെയ്യുന്ന പ്രവൃത്തി അപ്പോഴത്തേക്കുള്ള കാര്യം മാത്രമേ ആശ്രയിക്കുള്ളൂ. അവൻ പിന്നീടുള്ള കാര്യം വിട്ടുപോകാൻ അവൻ പിന്നെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതും ഇതുമെല്ലാം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അവൻ അതിൻ്റെ കൂടെ അവനങ്ങ് വിൽക്കുള്ളൂ. മറ്റുള്ളവൻ്റെ വേദന അറിയില്ല. അത് മനുഷ്യന് കൂടപ്പുറപ്പായിട്ടുള്ളതാണ്. അങ്ങനെ അദ്ദേഹം കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം ആശുപത്രി കിടന്നാണ് മരിച്ച് അവിടെ തന്നെ അടക്കം ചെയ്തു. ഇനി സമാധിയൊന്നും അവസ്ഥയിലൊന്നും പോയില്ല. ആശുപത്രി കിടന്ന് മരിച്ചു, അവിടെ തന്നെ അടക്കം ചെയ്തു. അതിനുശേഷം ആ ആശ്രമം എൻ്റെ കീഴിൽ വരാൻ പോയി. അപ്പം എനിക്ക് ഇവിടെ അദ്ദേഹം വന്ന് ഇതൊക്കെ ഇട്ട് തന്നതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങ് സെറ്റിലായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ഒരു ഭഗവാൻ ഒരെണ്ണം തന്നല്ലോ, അത് മതി എന്ന് പറഞ്ഞു ഞാനിവിടെ അത് സ്ഥിരമായി. ആ ആശ്രമം ഇപ്പോൾ വേറെ ഒരാളിന് കൊടുത്ത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ ഇത് വാങ്ങിച്ചിട്ട് വന്നത്. സ്വാമിജി, ഇപ്പം അങ്ങയുടെ ഒരു കർമ്മകാണ്ഡം എന്ന് പറയുന്ന ഈ നാഗയക്ഷിയ മാൽത്തറ ഇവിടെയാണ് അങ്ങ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്നത്? ഇവിടുത്തെ പ്രവർത്തനം ഇവിടെ ആദ്യം ക്ഷേത്രമൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ക്ഷേത്രം പണി ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ ഒരു നാഗരുണ്ടായിരുന്നു. ഞാൻ നാഗരെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഒരു നാഗർ ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് നേരെ ഞാൻ ഒരു ദിവസം ഇതേപോലെ തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഞാൻ സന്യാസമൊന്നും സ്വീകരിച്ചില്ല. തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ നാഗർ എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. ആ വെള്ളം ഒഴുക്കിനടത്തുന്ന തലപൊക്കി നേരെ ഇങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അതേപോലെ അങ്ങ് താഴ്ന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അന്നൊക്കെ ഭയങ്കര ഭയമായിരുന്നു. കാരണം ഇതിങ്ങനെ വന്ന് നോക്കിയിട്ട് പോയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ പറഞ്ഞ്, അവർക്കുള്ള സ്ഥലമാണിത്, അവരുടെ സ്ഥലത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് നിങ്ങൾ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് മേൽപോട്ട് പോകാനുള്ള വഴി തെളിയും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി 3-4 പോയി ഇതിനെ കൊണ്ടുവിടാനായിട്ട് ഞാൻ അന്വേഷിച്ചു. ഇവനെ എവിടെയെങ്കിലും കൊണ്ട് ആക്കാമോ എന്ന് പറഞ്ഞ് പിന്നെ മണ്ണാറശാല, ഇവിടെ അനന്തങ്കാവ്, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോയി അന്വേഷണം നടത്തിയപ്പം പറഞ്ഞു, വിട്ടുപോകില്ല, ഇതിവിടെ തന്നെ സ്ഥിരമായിട്ടിരിക്കുന്നതാണ്. അഥവാ നിങ്ങൾ വലിയ പൂജയൊക്കെ നടത്തിയാൽ ചിലപ്പം ഇവിടെ നിന്ന് മാറിപ്പോകാം. പക്ഷെ പോകുന്ന പോക്കിൽ ഒരു ശാപം തന്നു പോകും. ആ ശാപം എന്താണെന്ന് അവർക്ക് പറയാൻ അറിഞ്ഞുകൂടാ, അത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണെന്ന്. അപ്പം എന്നിട്ട് എൻ്റെ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ അന്ന് മൂത്ത മകനും ഉണ്ടായിരുന്നു, 2 മരുമക്കളും ഉണ്ട്. അപ്പോൾ അവർ ഈ സ്ത്രീകളുടെ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് അശുദ്ധമെല്ലാം ആയി പോകൂലേ എന്ന് പറഞ്ഞ് 17 വർഷം നിങ്ങളുടെ കുടുംബത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകാൻ അത് തയ്യാറാണ്. 17 വർഷം നിങ്ങളുടെ രീതിയിൽ പോകാൻ അത് തയ്യാറാണ്. പിന്നെ നിങ്ങളെന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ നേരെ നോക്കിയപ്പോഴത്തേക്കാണ് സ്ഥലം കൊടുക്കാനായിട്ട് അളന്ന് 5 കോലും 5 നൂലും ഇട്ട് ഇതും അങ്ങനെ കെട്ടിയതാണ്. ഏത് ഈ പീഠം 5 കോല് ചുറ്റളവും 5 നൂൽ കനവുമാണ് ഈ പീഠത്തിനുള്ളത്. സ്ഥലവും അതുപോലെ കറക്റ്റായിട്ട് അളന്ന് പ്രതിഷ്ഠ നടത്തി വലിയ ആളിനെ തന്ത്രിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച്. അപ്പം സങ്കല്പ വിഗ്രഹം മതി, നമ്മുടെ ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ വിഗ്രഹം വെച്ച് ആരാധിക്കണമെന്നില്ല, സങ്കല്പ വിഗ്രഹം വെച്ച് ആരാധിച്ചാൽ.
അങ്ങനെ ആലാപിച്ച് അതിന് ശേഷമാണ് ഞാൻ സന്യാസം എടുക്കുന്നതും എൻ്റെ ഗുരു ഇവിടെ വരുന്നതും ഈ അഗ്നികുണ്ഡം ഇടുന്നതും എല്ലാം അതിന് ശേഷമാണ്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ രാവിലെ അഗ്നി ഇട്ട് അഗ്നി പൂജ ചെയ്ത് ദിവസവും 2 നേരം, രാവിലെ 5 മണിക്ക് തുറന്നാൽ 7 മണി വരെ ഇരിക്കില്ല, വൈകിട്ട് 6 മണിക്ക് തുറന്നാൽ 7 മണി വരെ ഇരിക്കും. ഞാൻ മറ്റുള്ളവരൊന്നും നോക്കി കൊണ്ടുപോകുന്ന കാര്യമല്ല. ഭഗവാൻ എനിക്ക് ഈ ജന്മത്തിൽ തന്ന ഒരു അനുഗ്രഹം, ആ അനുഗ്രഹം അനുസരിച്ച് ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ വളരെ പ്രസന്നനുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ വളരെ അനുഗ്രഹമുള്ളതാണ്. ഭഗവാനേ ഉള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അനുഭവത്തിൽ കൂടി വിശ്വസിക്കുന്നവനാണ്. കാരണം എൻ്റെ അനുഭവങ്ങളെല്ലാം അതാണ്. ഭഗവാനേ ഉള്ളൂ എന്നുള്ള അനുഭവമേ ഉള്ളൂ. മറ്റുള്ളവരെയൊന്നും ഞാൻ കണക്ക് കൂട്ടിയിട്ടേ ഇല്ല. വന്നു പോകുന്ന നിമിത്തങ്ങൾ അത്രയേ ഉള്ളൂ. സത്യമായ വസ്തു ഭഗവാൻ തന്നെയാണ്. ക്ഷേത്രം വേപ്പ്, ഞാൻ ഇവിടെ ക്ഷേത്രം പണി ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ മൂലയ്ക്ക് തന്നെത്താനെ സ്വയംഭൂവായിട്ട് വന്ന വേപ്പാണിത്. കന്നിമൂലയിലാണ് ആ വേപ്പ് നിൽക്കുന്നത്. അവിടെ ദേവിയുടെ മഹാത്മ്യമുണ്ട്, ദേവി മഹാത്മ്യമുള്ള സ്ഥലം. അതുപോലെ ഇവിടെ ഒരു ചക്ക നിൽക്കുന്നുണ്ട്, ഒരു പ്ലാവ് നിൽപ്പുണ്ട്. ഈ വരുന്ന ചക്ക ഈ ഷേപ്പിൽ വരില്ല, ഇങ്ങനെ കയറി ഇറങ്ങി പാമ്പ് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്നത് പോലെയുള്ള ചക്കയാണ് ഇവിടെ വരുന്നത്. പക്ഷേ അത് ഒരു കഴിച്ചാൽ മതി, ഒരുപാട് കഴിക്കാൻ തോന്നും. കാരണം അത്ര മധുരമുള്ളതാണ് ആ ചക്ക. ഇത് ഞാൻ ആർക്കും വെട്ടിക്കൊടുത്ത് വിൽക്കുക അങ്ങനെയൊന്നുമില്ല. ഇത് ആരെങ്കിലും ഒന്ന് പഴിച്ചുകൊണ്ട് പോകുക, അല്ലെന്നുണ്ടെങ്കിൽ സ്വയമേ പഴുത്ത് തറയെ വീഴുന്ന അങ്ങനെ പോകും. രണ്ടിലും ഏതെങ്കിലും ഒന്ന് നടക്കും. അതാണ് ഇവിടുത്തെ ഒന്നും എടുത്ത് ആരും വിൽക്കാനും പിടിക്കാനും ഒന്നും നിൽക്കുന്നില്ല. സത്യമായ കാര്യം അതാണ്. ഭഗവാൻ ഇവിടെ എല്ലാം നിറവോടുകൂടി എനിക്ക് തന്നിട്ടുണ്ട്. ആ നിറവോടുകൂടി എനിക്ക് തന്നതിൽ എനിക്ക് എൻ്റെ മനസ്സനുസരിച്ച് ഭഗവാനിന് ഞാൻ വളരെ കടമപ്പെട്ടിരിക്കുന്നതാണ്. എൻ്റെ ഈ ജന്മം തന്നെ വളരെ സുഹൃതമാണ്. ഇത് ഞാൻ ഈ നാഗക്ഷേത്രത്തിൽ നിന്നും ഈ നാഗസന്നിധിയിൽ ഞാൻ എൻ്റെ പാദസർപ്പണം കൊണ്ടും സമർപ്പണം ചെയ്തുകൊള്ളുകയാണ് ഭഗവാൻ. സ്വാമിജി, അങ്ങയുടെ ഈ ഒരു അന്വേഷണ യാത്രയിൽ അങ്ങ് ദർശിച്ചിട്ടുള്ള മഹാത്മാക്കളെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ എൻ്റെ സന്യാസ ജീവിതം തുടങ്ങിയതിന് ശേഷം ഞാൻ പോയിട്ടുള്ള പുണ്യസ്ഥലങ്ങൾ വന്ന് ബദരി ആശ്രമം പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഋഷികേശ് പോയിട്ടുണ്ട്, ഹരിദ്വാർ പോയിട്ടുണ്ട്, പിന്നെ നീലകണ്ഠേശ്വരം പോയിട്ടുണ്ട്, പിന്നെ കാശി പോയിട്ടുണ്ട്, പിന്നെ ശ്രീരാമക്ഷേത്രം പോയിട്ടുണ്ട്, പിന്നെ ഈ പിന്നെ ചക്ര തീർത്ഥമുള്ള സ്ഥലമുണ്ട്. അത് നമ്മുടെ ഇതിൽ പറയണത്, അത് ബ്രഹ്മാവ് ആദ്യമായിട്ട് സനകാദി മുനികൾക്ക് ഈ ഭൂമിയിൽ ഈ സത്സംഗം ചെയ്യാനും ഇത് പിന്നെ അഗ്നി ഇടാനുമുള്ള സ്ഥലം കൊടുത്തത് ചക്രതീർത്ഥമുള്ള സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അത്ര പിടിയിട്ടു. അവിടെ ആണ് ആദ്യമായിട്ട് സനകാദി മുനികളുടെ അടുത്ത് ചക്രം ഭഗവാൻ ഉരുട്ടിവിട്ടപ്പോൾ ആ ചക്രം എവിടെ പോയി വീഴുന്നോ ആ സ്ഥലത്ത് നിങ്ങൾ പൂജ തുടങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. നൈമിഷാരണ്യം, ആ സ്ഥലത്തിൻ്റെ പേര് നൈമിഷാരണ്യം. അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. പിന്നെ 12 ദ്വാദശ ക്ഷേത്രമുണ്ട്. ശിവൻ ലിംഗം സ്വയംഭൂ ഉണ്ടായ 12 ക്ഷേത്രം, 12 സ്ഥലവും ദർശനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഉള്ള മിക്ക സന്യാസാശ്രമങ്ങൾ, ആലയ സ്വാമിയുടേത്, പൂന്തറസ്വാമിയുടേത്, പിന്നെ നമ്മുടെ തൈക്കാട് അയ്യാഗുരുസ്വാമിയുടേത്, ഇങ്ങനെയുള്ള പല പ്രമുഖന്മാരായ പല ദിവ്യശ്രേഷ്ഠരായ പല സന്യാസിമാരുടെയും ആശ്രമങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അവരെ ഇദ്ദേഹത്തിനെ കണ്ടു. തിരുവണ്ണാമലയിൽ പോയപ്പോഴത്തേക്ക് മൂക്കുപൊടിശുത്തർ എന്ന് പറഞ്ഞ ഒരാളാണ്, അദ്ദേഹത്തിനെ ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടി. തിരുവണ്ണാമലയെല്ലാം നല്ല പോലെ ഞാൻ പോയി. ഞാൻ ഇവിടെ നിന്ന് ഒരു യാത്ര ഞാൻ ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ 2 വീലറിൽ ഞാൻ ഇവിടെ നിന്ന് നേരെ ഋഷികേശിൽ എൻ്റെ വണ്ടി ബുക്ക് ചെയ്ത് ഇറക്കിയിട്ട് അവിടെ നിന്ന് ഞാൻ ഏകനായിട്ട് ഋഷികേശിൽ വണ്ടി ഇറക്കിയിട്ട് അവിടെ നിന്ന് നേരെ ആ സ്കൂട്ടറിൽ ഞാൻ ബദരി, പിന്നെ കേദാർ, ഋഷികേശ്, ഹരിദ്വാർ, പിന്നെ വൃന്ദാവൻ, ഇവിടെ എല്ലാം ഞാൻ
എൻ്റെ ടൂ വീലർ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നിച്ച് ഏകമായിട്ട് എനിക്ക് ഒരു ഭയവുമില്ലായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്, ആരെങ്കിലും കൊണ്ട്. ഭഗവാൻ എന്നോടുണ്ട്. ഞാൻ പോകുന്നെങ്കിൽ എൻ്റെ ഒപ്പം എൻ്റെ ഭഗവാനുമുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയിട്ട് വളരെ ഭംഗിയായിട്ട് 10-16 ദിവസം എൻ്റെ ടൂ വീലറിൽ തന്നെ കറങ്ങി തിരിച്ച് ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് അടുത്ത് വണ്ടി കയറ്റി തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങ് വന്നു. പക്ഷേ ഈ യാത്രയുടെ ഇടയിൽ ഞാൻ ഒരുപാട് മഹത്തുക്കളെല്ലാം കണ്ട്. പക്ഷേ എൻ്റെ വണ്ടിക്ക് ഒരു കേടുപാട് സംഭവിക്കുകയോ എന്തെങ്കിലും ഒരു കാര്യം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേയില്ല. അത് ഭഗവാനിലുള്ള ഒരു വിശ്വാസം, അതാണ് ഭഗവാനേ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നത്. ഭഗവാനിലുള്ള വിശ്വാസം നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ അണയ്ക്കും. അങ്ങനെ അണച്ചിട്ടുള്ളവനാണ് ഞാൻ. ആ ഒരു അണപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുള്ളവനാണ് ഞാൻ. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് സകല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു നില എപ്പോഴും എന്നിൽ ഉണ്ടാവണം എന്നും ഭഗവാനോട് യാചിച്ചുകൊണ്ടാണ് എൻ്റെ യാത്ര തുടരുന്നത്. സ്വാമിജി, അങ്ങ് ഈ ആധ്യാത്മിക മാർഗത്തിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം വ്യക്തമാക്കുന്നു. ആധ്യാത്മികയിൽ ഞാൻ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ ഒരു വേർപാടാണ്. എൻ്റെ മകൻ്റെ വേർപാട് 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അതുവരെ ഞാൻ ആധ്യാത്മികമായ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. അതോടുകൂടി ഞാൻ ആ മാർഗം, കാരണം നമുക്ക് എല്ലാവർക്കും 2 വഴി തിരഞ്ഞെടുക്കാനായിട്ടുമുണ്ട്. ഒന്ന് നേർവഴി, ഒന്നാണ്. കാരണം നമുക്ക് ആത്മീയത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ അത് സൈലൻ്റായിട്ട് തുടങ്ങണമോ അതാണ് ആത്മീയതയായിട്ട് വന്നത്. സമാധാനപരമായിട്ട് പോകുന്നതാണ് ആത്മീയത. മറ്റത് ആത്മീയത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രീതി, അതായത് നമ്മുടെ ഈ മാർഗം 2ആയി പോകും. കാരണം എന്ന് വെച്ചാൽ പോകുന്ന വഴിയിൽ 2 വഴിയുണ്ട്. നമുക്ക് നേർവഴിയുണ്ട്, കുറുക്ക് വഴിയുണ്ട്. നേർവഴി എന്ന് പറയുമ്പോഴത്തേക്ക് ആധ്യാത്മികമായിട്ടുള്ള പ്രവേശന നമുക്ക് അനുവദിച്ചു തന്നത് ഭഗവാനാണ്. ഭഗവാൻ നമുക്ക് അനുവദിച്ചു തന്നത് കർമ്മഫലമായിട്ടാണ്. ജന്മകർമ്മഫലം എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടണമെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. മറ്റുള്ളതൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതെല്ലാം മദ്യപാനം അങ്ങനെ ഉള്ളതിലൂടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലോട്ട് കടന്നു പോവുക, ആ വിഷമങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം ആ രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവുക. എനിക്ക് ഭഗവാൻ തന്ന വഴി എന്ന് പറഞ്ഞാൽ ആത്മീയതയിലേക്കുള്ള പ്രയാണത്തിനാണ് എന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വളരെ ആത്മീയമായിട്ട് വളരെ സംതൃപ്തനാണ്. കാരണം എൻ്റെ മാർഗം എന്നിൽ ഉണ്ടായത് തന്നെ ആ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി കിട്ടിയതാണ്. അതിന് ഞാൻ ആദ്യം ഭഗവാനിൽ എൻ്റെ ആത്മസമർപ്പണം നടത്തുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ മകൻ മരിച്ചതിന് ശേഷം ഞാൻ ഈ ആശ്രമങ്ങളെല്ലാം ഓരോ ആശ്രമമായിട്ട് പ്രവേശിക്കാൻ തുടങ്ങി. അങ്ങനെ പോയി അവസാനം ഞാൻ തിരുവല്ലുവാമലയിൽ പോയി. തിരുവല്ലുവാമലയിൽ പോയിട്ടാണ് ഞാൻ ആദ്യമായി മന്ത്രദീക്ഷ വാങ്ങിക്കുന്നത്. മന്ത്രദീക്ഷ വാങ്ങിക്കുന്നത് ഒന്ന് എൻ്റെ ഗുരു അവിടുത്തെ മധുചന്ദാസ്വാമി എന്ന് പറയും. അദ്ദേഹമാണ് എൻ്റെ മന്ത്രദീക്ഷ ഗുരു എന്ന് അദ്ദേഹം തിരുവല്ലുവാമലയിൽ തിരുവില്വാതിരി ക്ഷേത്രത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇപ്പോൾ 40 വർഷം കൊണ്ട് അവിടെ തന്നെ സ്ഥിരമായിട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രദീക്ഷ വാങ്ങിച്ചതിന് ശേഷം അതൊരു അനുഭവമാണ്. ഞാൻ ഭഗവാന്റെ അടുത്ത് ഞാൻ യാചിച്ചു, ഭഗവാനെ എനിക്കൊരു ഗുരുവിനെ തരണം, ഒരു ഗുരു കടാക്ഷം എനിക്കുണ്ടാവണം, ഒരു ഗുരുവിനെ തരണം എന്ന് ഞാൻ ഭഗവാനോട് യാചിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് ഞാൻ ചെയ്തത്. ആ യാത്രയിൽ ഒരു 4 മണിക്ക് ഞാൻ തിരുവല്ലാതിരി ക്ഷേത്രത്തിലെത്തി. അപ്പോൾ ഞാൻ ആ ക്ഷേത്രത്തിന് ചുറ്റും ഞാൻ പ്രദക്ഷിണം വരയണം. വന്നപ്പോഴത്തേക്ക് കാണാം ഒരു
യോഹി അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിനെ കണ്ടതും എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. കാരണം ഞാൻ ഭഗവാനോട് ചോദിച്ചത്, ഭഗവാനെ എനിക്കൊരു ഗുരുവിനെ തരണമെന്നാണല്ലോ ചോദിച്ചത്. അത് ശ്രീരാമനും ആഞ്ജനേയരും ശ്രീലക്ഷ്മണനും ഉള്ള ക്ഷേത്രമാണ് ഈ വില്വാതിരി നാഗക്ഷേത്രം. അപ്പോൾ അവിടെ വച്ച് തന്നെ എനിക്കൊരു ഗുരുവിനെ ഭഗവാൻ കാട്ടിത്തന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും സങ്കടവും എല്ലാം വന്നു. കാരണം ഭഗവാൻ ഇത്ര മനസ്സുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളാണല്ലോ എന്ന് ഞാൻ അപ്പോഴാണ്, അവിടെ വെച്ചാണ് എനിക്ക് ആ ചിന്ത വരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് മന്ത്രദീക്ഷ വാങ്ങിച്ചു, അവിടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അതിനുശേഷം ഇവിടെ വന്നു. പിന്നെ സന്യാസത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മരുത്വാമല, നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള മരുത്വാമലയിൽ പോയി. അവിടെ എനിക്കൊരു ഗുരു, അദ്ദേഹം വന്ന് ഉത്തമഗിരി ബാബ, അദ്ദേഹം നാഗസന്യാസിയാണ്. ആ നാഗസന്യാസി പരമ്പരയിലാണ് ഞാൻ ദീക്ഷ വാങ്ങിയത്. അതിനുശേഷം അദ്ദേഹം തന്നെ ഇവിടെ വന്ന് എനിക്ക് ഒരു അഗ്നികുണ്ഡം, അദ്ദേഹം തന്നെ വന്ന് ഒരു അഗ്നികുണ്ഡം എനിക്ക് ഇട്ടു തന്നു. അവിടെ ഇരുന്ന് ഇനി പൂജാകാര്യങ്ങളും മറ്റുള്ളതെല്ലാം അവിടെ ഇരുന്ന് ചെയ്തോളണം എന്ന് ആജ്ഞാപിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെയാണ് ഇപ്പോൾ എൻ്റെ പരിശ്രമങ്ങളെല്ലാം ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്തു പോകുന്നു. ആത്മീയത എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നാം കടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വളരെ നൈർമല്യമാവും. കാരണം നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന സകലതും ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഇപ്പുറത്തോട്ട് വരുന്നത്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നാം എന്താണ് എന്ന് നാം അറിയണം. അല്ലാതെ ഞാൻ എന്ന ഒരു ഭാവത്തോടു കൂടി പോയാൽ, ഞാൻ എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട്, അതായത് അത് പറയണ നമ്മൾ ഈ ഞാനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തി ഫലങ്ങളെല്ലാം ഞാനിൽ തന്നെ നിൽക്കും. ഈ ഞാനിൽ നിന്നും നമുക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഞാനെന്ന ചിന്ത മാറണം. ആ ചിന്ത മാറുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ആ ജ്ഞാനത്തിൻ്റെ രീതിയിലോട്ടുള്ള പ്രവേശനമുണ്ടാകും. കാരണം ഞാൻ എന്ന് പറയുമ്പോഴത്തേക്ക്, ഞാനിൽ നിന്നും മാറി ചിന്തിക്കുമ്പോഴത്തേക്ക് മാനാഭിമാനം വിടേണ്ടി വരും. ഈ ഞാൻ എന്ന ചിന്തയിൽ നമുക്കുള്ളത്, നമ്മുടെ എല്ലാം ചിന്തിക്കുന്നത് പരിസരവാസികളെയും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ വീക്ഷിക്കുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒന്ന് വന്നാൽ, എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യം നടന്നാൽ മറ്റുള്ളവരെന്ത് പറയും, ഈ ചിന്തയാണ് നമ്മളെ കൂടുതലും അലട്ടുന്നത്. അല്ലാതെ അവനവന് വേണ്ടി ജീവിക്കുന്ന ഒരു ചിന്താഗതി വന്നാൽ മാത്രമേ മാനാഭിമാനം വിടാൻ പറ്റുള്ളൂ. മാനാഭിമാനം എന്ന് പറയുന്നത് നാം നമ്മിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു കെട്ടാണത്. ആ കെട്ട് അറ്റുപോയാൽ ഈ മാനാഭിമാനം താനേ പോവും. നമ്മൾ ഏകമായ ഉള്ള ചിന്താഗതിയിൽ വന്നു ചേരും. ആ ചിന്തയാണ് നമ്മുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടെന്ന് പറയുന്ന ആ ചിന്തയാണ്. അല്ലാതെ നമ്മൾ ഈ മറ്റുള്ള ഏത് കാര്യം ചിന്തിച്ചാലും ഞാനിൽ നിൽക്കുന്ന നമ്മൾ ജ്ഞാനം കിട്ടൂല. ഞാനായിട്ട് നിന്നിട്ട് താനായിട്ട് മാറണമെന്നാണ്. ഞാനിൽ നിന്നും താനായി മാറുമ്പോഴത്തേക്കും തന്നെ താൻ അറിയണമെന്നാണ്. തന്നെ താൻ അറിയുമ്പോൾ പിന്നെ താൻ തന്നെ അറിഞ്ഞോളൂ എന്നാണ്. തന്നെ താൻ അറിയുമ്പോൾ പിന്നെ താൻ തന്നെ അറിയും. അതാണ് അതിൻ്റെ സത്യം. കാരണം നാം എല്ലാവരും ഏതെങ്കിലും ഒരു കാരണത്തിൽ കൂടി പ്രവേശിച്ച് ഏതെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആരെയും ഇതിൽ കുറ്റം പറയാനോ കുറവ് പറയാനോ ഒന്നും നമുക്ക് ആർക്കും കഴിയില്ല. അത് ഭഗവാൻ പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഏതിൽ ഉത്തമ ഉപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ ആരെയും കുറ്റം പറയാനോ കുറവ് പറയാനോ നിനക്ക് അവകാശമില്ല. കാരണം കുറ്റം പറയുന്ന ഒരാൾ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ചത് എന്തോ അത് അദ്ദേഹത്തിന് കിട്ടിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറ്റം പറയുന്നത്. പുകഴ്ത്തി പറയുന്നതോ അദ്ദേഹം പ്രതീക്ഷിച്ച കാര്യം കിട്ടി, അതിൽ നന്ദി രേഖപ്പെടുത്തുന്നതാണ് ഈ പ്രകീർത്തിക്കുന്ന കാര്യം. അല്ലാതെ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവനാണ്.
നെഗറ്റീവും പോസിറ്റീവായിട്ട് ചിന്തിക്കും. നന്മയും തിന്മയും അടങ്ങിയാണ്, എല്ലാം രണ്ടുണ്ട് നമുക്ക്. അതാണ് അപ്പം ഇതിൽ പറയുന്നത്, ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ വதை ഉണ്ടാവതല്ല മമ പണ്ടേ കണക്കേ നിൻ കൃപാവാലികൾ ഉണ്ടായെങ്കിൽ ഇത് നാരായണ. ഭഗവാനെ ആദ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും പലർക്കും പല രീതിയായിട്ട് കാണുന്നതാണ് ഭഗവാൻ. ഭഗവാൻ ഏകമാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ചിന്തയിൽ എങ്ങനെ കാണുന്നു ആ രീതിയിൽ ഭഗവാൻ നമ്മളെ മുമ്പിൽ പ്രത്യക്ഷമാകും എന്ന് ഒരു 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 കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഭഗവാനെ യഥാർത്ഥ സ്വരൂപത്തിൽ നമ്മൾ ആരും കാണാറില്ല, ആരെ കൊണ്ട് കാണാനും പറ്റുകയില്ല. അതൊക്കെ ഞാൻ കണ്ടു, നീ കണ്ടു എന്നുള്ളത്. നമ്മൾ കാണുന്നത് സത്യം നമ്മളാണ്. ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ആ സ്വപ്നത്തിൽ കാണുന്ന സകല കാഴ്ചകളും കാണാക്കാഴ്ചകളാണ്. സ്വപ്നം തെളിഞ്ഞ് നമ്മൾ യഥാർത്ഥ രീതിയിൽ എത്തുമ്പോൾ നമ്മുടെ ആ സ്വപ്നം മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം സ്വപ്നം സത്യമല്ല. കണ്ട ആളായിട്ട് ഞാനുണ്ട്, ഞാൻ സത്യമാണ്. സ്വപ്നം സത്യമല്ല, കണ്ട ഞാൻ സത്യമാണ്. അപ്പം എന്നിലുള്ള സത്യത്തെ വേണം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാനെന്നുള്ളതല്ലാതെ സ്വപ്നത്തിൻ്റെ പിറകെയോ മറ്റുള്ളവരെ പിറകെയോ ആരുടെ കുറ്റമോ കുറമോ അതൊന്നും പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്താൽ ഒരിടത്ത് നമ്മൾ എത്താൻ പോകുന്നില്ല. ഏകമായ ചിന്തയിൽ തന്നെ നമ്മൾ പോകണം. അത് പിന്നെ നമ്മുടെ സ്വാമി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഏകാന്ത ചിന്തയിൽ ആകാംക്ഷ പൂണ്ട് മനം ഏകാന്തമെന്ന വഴി പോകുന്നിതൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ എഴുത്തച്ഛൻ പറയും. എഴുത്തച്ഛൻ്റെ കൃതികളെന്ന് പറഞ്ഞാൽ ഹരിനാമകീർത്തനം വളരെ വളരെ പ്രാബല്യത്തിലുള്ളതാണ്. അതിനകത്ത് കുറേ സത്യാവസ്ഥകളെല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഏകാന്തമായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ വേഗം മറ്റേ ഇത് പറഞ്ഞ സന്യാസം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സന്യാസം സർവസംഘ പരിത്യാഗി എന്നാണ് പറയണം. സർവസംഘങ്ങളെ ഉപേക്ഷിക്കുന്നവനാണ് സന്യാസത്തിന് അർഹതപ്പെട്ടവൻ. ഇവിടെ നമ്മൾ ആരും അങ്ങനെ സന്യാസം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ നടക്കുന്നു എങ്കിലും യഥാർത്ഥ സന്യാസം അത് വേറെ ഒരു വഴിയാണ്. യഥാർത്ഥ സന്യാസം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എല്ലായിടത്തും ആശ്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, അവിടെ എല്ലാം സംഘവുമുണ്ട്. ആശ്രമം തന്നെ സംഘമാണല്ലോ. അപ്പോൾ പിന്നെ യഥാർത്ഥ സന്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് രീതിയിൽ വരണം? അങ്ങനെ വന്നിട്ടുള്ളവരാണ് മഹാത്മാക്കളായിട്ടുള്ളത്. അങ്ങനെ വന്നിട്ടുള്ളവർ ആ പദവികൾ അടഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരൊന്നും ആ പദവികളൊന്നും അടഞ്ഞിട്ടില്ല, അടയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ സന്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ യഥാർത്ഥ സന്യാസിയായിട്ട് മാറാൻ പറ്റുള്ളൂ. കാവി ഉടുത്തെന്നും പറഞ്ഞ് സന്യാസമൊന്നും ആവണമെന്നില്ല. കാവി ആർക്ക് വേണമെങ്കിലും ഉടുക്കാം. പക്ഷേ യഥാർത്ഥ സന്യാസം ഗുരു തരണം. അതിനാണ് പറഞ്ഞ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്നതാണ്. മാതാവെന്ന് പറയുന്നത് നമ്മളെ ആദ്യ പടി ചവിട്ടി നമ്മുടെ ഒരു പടി മുന്നോട്ട് പോകുന്ന മാതാവിൽ നിന്നാണ്. രണ്ടാമത്തെ പടി ചവിട്ടുന്നത് പിതാവിൽ നിന്നാണ്. മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് ഗുരുവിൽ നിന്നാണ്. നാലാമത്തെ പടി ഈശ്വരനിലാണ്. ഈശ്വരനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വേറെ ഒന്നുമില്ല. ഭഗവാനാണ് ശരണാഗതി അടയുന്നത്. അതാണ് മാനാഭിമാനം നമ്മൾ വിടണം എന്ന് പറയുന്ന കാര്യം. അതാണ് മാനാഭിമാനം വിട്ട് താനായി നിന്ന് കഴിഞ്ഞാൽ ജ്ഞാനം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. സത്യമായിട്ട് ഭഗവാൻ അത് നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാനെ നമ്മൾ ഭഗവാനായിട്ട്, ഭഗവാൻ ഭക്തവത്സലനാണ്. ഭഗവാനെ നമ്മൾ മനസ്സിലാക്കേണ്ട സ്റ്റേജുകൾ എന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ആശ്രമ ജീവിതത്തിൽ പോയെന്ന് നമ്മൾ നടന്നു നിന്നാലോ അങ്ങനെയൊന്നും ഭക്തി കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. ഭഗവാനെ അറിയണമെങ്കിൽ നമ്മളെ നാം അറിയണം. നമ്മെ നാം അറിഞ്ഞാൽ മാത്രമേ ഭഗവാൻ നമ്മളെ അറിയുള്ളൂ. അതല്ലാതെ ഭഗവാനെ നമ്മൾ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് യാതൊരു അർത്ഥവുമില്ല. ഭഗവാൻ എന്ന് പറയുന്ന ആൾ ഭക്തവത്സലനാണ്. ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിനെ പറ്റി പറയുന്നത്. 5 എഴുത്തിൽ എല്ലാം അവസാനിക്കുകയാണ്. നമഃശിവായ എന്ന് പറയുന്ന 5 എഴുത്തിൽ പ്രപഞ്ചം ആ 5 എഴുത്തിനകത്താണ് ഇരിക്കുന്നത്.
അതായത് പഞ്ചഭൂതമായ 5 നമഃശിവായയിലുണ്ട്. ജലം, ഭൂമി, ആകാശം, അഗ്നി, വായു. ഈ 5 അക്ഷരത്തിലും ഇത് 5 അടങ്ങുകയാണ്. ശിവായ നമഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. 5 എഴുത്തിൽ തുടങ്ങി 5 എഴുത്തിൽ, അതായത് നമ്മളെ ശിവവാക്യർ എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ട്. അത് തമിഴ്നാട്ടിലുള്ള ആളാണ്. അദ്ദേഹം അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, കോവിലും കുളങ്ങളും കുമ്പിടും കുലാമരേ, കോവിൽ என்பது ஏதடா குளங்கள் என்பது ஏதடா, கோவிலும் மனத்துள்ளே കുളങ്ങളും മനത്തുള്ളേ, ആപതും അഴിവതും ഇല്ല ഇല്ല ഇല്ലേ. ഒന്നും അഴിയുന്നില്ല ഇവിടെ. എല്ലാം നമ്മൾ പോകുമ്പോൾ നമ്മളെ കൂടെ എല്ലാം അഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ എന്തെങ്കിലും അഴിയണം നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് മറഞ്ഞിട്ട് വേറൊന്നും അവിടെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അഴിയുന്നതായിട്ട് ഒന്നുമില്ല ഇവിടെ. അഴിയുന്നതൊന്നും ഉണ്ടെങ്കിൽ നാം തന്നെയാണ് അഴിയുന്നത്, നമ്മളിലൊന്നുമില്ല. കാരണം മൺകലം ഉടഞ്ഞാൽ കഴിഞ്ഞാൽ അതിനെ പറക്കി അടുക്കി വയ്ക്കും, പൊൻകലം ഉടഞ്ഞാലോ അതിനെയും പറക്കി അടിക്കും. പക്ഷെ നമ്മളെ കലം ഉടഞ്ഞാലോ ഉടനെ തന്നെ എടുത്ത് നമ്മളെ ചുടുകാട്ടിൽ കൊണ്ടുപോകും. നമ്മളെ വച്ച് കിടത്തിയൊന്നും നോക്കെ പിടിക്കുകയൊന്നുമില്ല, അപ്പോഴും തന്നെ നമ്മളെ ഡിസ്പോസ് ചെയ്ത് കളയും. അതാണ് അതിൻ്റെ സത്യം. കാരണം ഈ 5 എഴുത്തിൽ തുടങ്ങി 5 എഴുത്തിലെ വന്ന് 5 എഴുത്തെ ആഴുകിன்ற പഞ്ചഭൂതം എന്നും പറഞ്ഞ ഒരു ശ്ലോകം തന്നെ അതിലുണ്ട്. 5 എഴുത്ത് എന്ന് പറയുന്നത് നമഃശിവായ, സർവവും നമഃശിവായയിൽ അടങ്ങുന്നു. സർവം സമസ്തവും ഈ ശിവായ നമഃ എന്ന് പറയുന്ന 5 എഴുത്തിലാണ് ഇരിക്കുന്നത്. ഈ 5 എഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമുള്ള കാര്യമല്ല. ഭഗവാനെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഘട്ടങ്ങൾ വരും. ആ ഘട്ടങ്ങളിൽ നാം നമ്മുടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഭഗവാനിലോട്ടുള്ള പ്രവേശനവും അനുവാദവും അനുഗ്രഹവും എല്ലാം ഉണ്ടാവുള്ളൂ. അതിലല്ലാതെ നമ്മൾ എല്ലാം നേടി എന്ന് നാം വിചാരിക്കുന്നതാണ്. ഒന്നും നേടിയിട്ടില്ല. ആർക്കും ഇവിടെ ഒന്നും നേടാൻ ഒക്കില്ല. പരോപകാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും പരോപകാരമാണ്. നമ്മുടെ ശരീരം തന്നെ പരോപകാരമാണ്. കാരണം എന്ന് വെച്ചാൽ കൈയിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ ഒക്കൂ, കണ്ണുണ്ടെങ്കിലേ കാഴ്ചയുള്ളൂ, മൂക്കുണ്ടെങ്കിലേ ശ്വസനമുള്ളൂ, വായുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാനുള്ളൂ, കൈയും കാലും ഉണ്ടെങ്കിലേ നടന്നെല്ലാം പോകാം. അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ നമ്മുടെ ശരീരം തന്നെ പരപ്രയത്നം കൊണ്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പം പരസഹായം എന്ന് പറയുന്നത് സകല മനുഷ്യരും, ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങളും മനുഷ്യരും ഇവിടെ ഒന്നും ഉണ്ടാക്കി വച്ചിട്ടില്ല. എല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നത് എടുത്ത് വിളമ്പുന്നു എന്നുള്ളത്. അത് എന്തു തന്നെ ആയിരുന്നാലും ശരി തന്നെ, ആരും ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ഇവിടെ ഉള്ള എല്ലാം നമ്മൾ വരും. അതായത് അത് പറയുന്നത് 51 അക്ഷരത്തിൽ ഇവയിൽ ഓരോന്നും എടുത്ത് അൻപോട് ചേർക്ക ഹരിനാരായണ എന്ന് പറയും. 51 അക്ഷരത്തിൽ സർവ്വതും അടങ്ങുന്നുണ്ട്. മഹാഭാരതമായിരുന്നാലും ഗീതയായിരുന്നാലും പിന്നെ വാൽമീകി രാമായണമായിരുന്നാലും ഏത് രാമായണം, ഇതെല്ലാം ഈ 5 എഴുത്തിൽ നടക്കണം. ഈ 5 എഴുത്ത് എന്ന് പറയുമ്പോൾ 51 അക്ഷരമേ ഉള്ളൂ. ഈ 51 അക്ഷരത്തിൽ നമ്മുടെ എല്ലാവരുടെയും നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ 51 അക്ഷരത്തിന് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് നോക്കിയാൽ നമ്മുടെ പേരതിൽ വരും. സകല ബുക്കുകളിലും സകല കാര്യങ്ങളിലും അത്രയേ ഉള്ളൂ കാര്യം. അതിനപ്പുറത്ത് ഒരു കാര്യവും ഇവിടെ ഇല്ല. എല്ലാം ഉണ്ടെന്ന് നാം വിചാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സത്യം അതിനകത്തേ ഉള്ളൂ. സത്യത്തിനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് കാരണം സത്യവും കാര്യം അനിത്യവുമാണ്. കാരണം നിത്യം, കാര്യം അനിത്യം. ഒരു കാരണം ഇവിടെ നടന്നു കഴിഞ്ഞാൽ നാം അന്വേഷിച്ചു പോയാൽ ആ കാരണത്തിൻ്റെ കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. ഓ, ഇതാണ് കാര്യം അല്ലേ എന്ന് നമുക്ക് മനസ്സിലാവും. കാര്യത്തിനെ പറ്റി അന്വേഷിച്ചാലോ നേരെ പറഞ്ഞ കാരണത്തിൻ്റെ അടുത്ത് ഇതാണ് കാരണമല്ലേ. അപ്പം കാരണം കാര്യം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയാണെങ്കിലും യാത്ര ഒന്ന് തന്നെയാണ്. ഒരു യാത്ര ഇവിടെ എല്ലാവർക്കും തന്നിട്ടുള്ളൂ ഭഗവാൻ. ജന്മമെടുത്തു, അവസാനം തുടങ്ങുന്നവരടുത്ത് തീരുന്നവരടുത്ത്, രണ്ടും ഒരേ ഇതാണ്.
മരണം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്നു എന്ന് പറയുന്ന ശരീരമാണ് മരിക്കുന്നത്. ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ആത്മാവിന് മരണമില്ലെന്നാണ് പറയുന്നത്. പുനരഭി ജനനം പുനരഭി മരണം എന്ന് പറയുന്നത്. ജനിച്ചു മരിച്ചു, ജനിച്ചു മരിച്ചു എന്നുള്ളത്. ജനിച്ച ആൾ പിന്നെയും മരിച്ചു, മരിച്ച ആൾ പിന്നെയും ജനിച്ചു. ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭഗവാനെ ആദ്യം എന്താണെന്ന് നാം തിരിച്ചറിയണം. ഭഗവാനിലുള്ള സ്നേഹവും ഭഗവാനിലുള്ള ഭക്തിയും നമ്മുടെ മനസ്സിൽ അവനവനും ഉണ്ടാവേണ്ടതാണ്. അടുത്തവൻ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. അതായത് സനാതനം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ സനാതനം ഓരോരുത്തരും അവനവനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് സനാതനം. സനാതനം എന്ന് പറഞ്ഞാൽ അവനവനെപ്പറ്റി അവനവൻ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രവർത്തനം സനാതനമായിട്ട് മാറും. ആ സനാതനം ഓരോരുത്തരും ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ സർവമംഗളമായി മാറും. സർവമംഗളമായി മാറും. പക്ഷേ സനാതനം പ്രചരിപ്പിക്കുന്നു, സനാതനം പറയുന്നു, സനാതനം കൊണ്ട് ആരുടെ കയ്യിലും സനാതനം ഇല്ല ഇവിടെ. കാരണം പ്രവർത്തനം ഒന്ന്, പറച്ചിലൊന്ന്, ചെയ്യുന്നതൊന്ന്, ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ സത്യത്തിനെ നിലനിർത്തിക്കൊണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. സത്യത്തിനെ നിലനിർത്തിയാലോ അവന് മുന്നോട്ട് പോകാൻ വഴി തടസ്സമുണ്ടാകും. ആ വഴിയെ നേരെ ആക്കണമെങ്കിൽ ചില അധർമ്മ പരിപാടികൾ ചെയ്താൽ മാത്രമേ അവർക്ക് പ്രവേശിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സത്യത്തിനെ ചില സമയത്ത് കുഴിച്ചു മൂടും, ചില സമയത്ത് അതിനെ അവർ മാറ്റിവിടും. അവർക്ക് പോകേണ്ട വഴി തെളിച്ച് അവരവരങ്ങ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്നും എപ്പോഴവസാനിക്കുന്നു ഒന്നും പറയില്ല. ഒന്നും ആരും ഇവിടെ ഒരു കാര്യം പൂർത്തീകരിച്ചവരാരുമില്ല. പൂർത്തീകരിച്ച ഒരാളിനെ പറ്റി പറയാമെങ്കിൽ നിങ്ങളെ പറഞ്ഞ സത്യത്തിന് ഞാൻ മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരാൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? പൂർത്തീകരണം എന്ന് പറയുന്നത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ് ചെയ്യുന്നവൻ പകുതിയാകുമ്പോൾ അവിടെ ഇട്ടിട്ട് പോവുകയാണ്. അടുത്തവൻ വരെയാണ് അത് പൂർത്തീകരിക്കാൻ. അവന് ഇട്ടിട്ട് പോവുകയാണ്, അതിൻ്റെ അടുത്തവൻ വരെയാണ് പൂർത്തീകരിക്കാൻ. ഇങ്ങനെ മാറി 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 ചെയ്യുന്ന കാര്യങ്ങളാണ് പൂർത്തീകരണം എന്ന് ഒരാൾ തന്നെ പറയുന്നത്. ഇവൻ എവിടെ പൂർത്തീകരിച്ചു? ഇവനെ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പഠിച്ചിരിക്കുന്നത് വെറും കൈയളവാണ്. പഠിക്കാനുള്ളത് ഈ ലോകത്തിൻ്റെ അളവിലുണ്ട്. പഠിച്ചത് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ വളരെ തെറ്റാണ്. കറ്റത് കൈയളവ്, കല്ലാതത് ഉലകളവ് എന്ന് പറയും. ലോകത്തിൻ്റെ അളവിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു മാർഗത്തിൽപ്പെട്ടവരും അവരവർ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിൽ തന്നെ പൂർണ്ണനല്ല. പൂർണ്ണനാവാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പൂർണ്ണനല്ലെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒന്നേ ഇവിടെ ഉള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണനാണ്. അതാണ് പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമദച്യുതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത എന്ന് പറയണം. പിന്നെ മനുഷ്യൻ ജന്മമെടുത്ത് ഭഗവാനിലെടുത്ത ശ്രീരാമൻ, മനുഷ്യനിൽ പൂർണ്ണൻ ശ്രീരാമനാണ്. ശ്രീരാമൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളിവിടെ ആരെയൊക്കെ എങ്ങനെയൊക്കെ സ്നേഹിക്കണം, എന്തൊക്കെ സ്നേഹബന്ധം എന്താണ്, അച്ഛനും അമ്മ എന്താണ്, സഹോദരങ്ങൾ എന്താണ്, സ്നേഹിതരെന്തിനാണ്, അയൽവാസികൾ എന്താണ്, നാട്ടുകാരെന്തിനാണ്, ജനങ്ങൾ എന്തിനാണ്, ഇതൊക്കെ പറഞ്ഞ് അതിൻ്റെ അതേ ചട്ടപ്പടി നടന്നിട്ടുള്ള ആളാണ് ശ്രീരാമൻ. കാരണം ഇവിടെ ധർമ്മം എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ശ്രീരാമന് സീതയെ അദ്ദേഹം കാട്ടിൽ കൊണ്ട് വിട്ട കഥ പറയാറുണ്ട്. കാട്ടിൽ കൊണ്ട് വിട്ടത് എന്തിനാണ്? പ്രജകളിൽ ഒരാൾ പറഞ്ഞു, ശ്രീരാമനെ പോലെയല്ല ഞാൻ, വല്ലവരുടെ അടുത്തെല്ലാം പോയി കറങ്ങിയിട്ടൊക്കെ വന്നാൽ എനിക്ക് സ്വീകരിക്കാക്കൂല എന്നുള്ള രീതിയിൽ സീതയെപ്പറ്റി അപകീർത്തിപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. രാവണൻ്റെ കൂടെ ഇരുന്നിട്ട് വന്നതുകൊണ്ട് ശ്രീരാമൻ സീതയെ ഏറ്റു എന്നുള്ളത് കൊണ്ട് അതിനെ ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസാരിച്ചു. പക്ഷേ അദ്ദേഹം ധർമ്മത്തിന് അതിഷ്ടമായിട്ട് നടക്കുന്ന ആളാണ്, ധർമ്മത്തിന് അപ്പുറം പ്രവർത്തിക്കുന്നതാണ്. അപ്പം ആ ഒരു വാക്ക് അദ്ദേഹം ധർമ്മത്തിന് അനുസൃതമായിട്ട് അദ്ദേഹം അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രജകളുടെ ഇഷ്ടമാണ് അദ്ദേഹം നോക്കിയത്, അല്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. പ്രജകൾക്ക് വേണ്ടി ജീവിച്ച ആളാണ് ശ്രീരാമൻ. ധർമ്മം അനുസരിച്ച് ജീവിച്ച ആളാണ് ശ്രീരാമൻ. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീരാമൻ്റെ കഥയിൽ തന്നെ ഒരുപാട് കാര്യമുണ്ട്. ശ്രീരാമൻ്റെ കഥയിൽ യുദ്ധകാണ്ഡത്തിൽ ശ്രീരാമനും സീതയും ഹനുമാനും
എല്ലാം ഉൾപ്പെടുന്ന ഒരു യുദ്ധകാന്ഡം വരും. യുദ്ധകാന്ഡത്തിൽ ഹനുമാൻ എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിയായിട്ട് കണ്ട്, കടലെന്ന് പറയുന്നത് മനസ്സായി കണ്ട്, സീത എന്ന് പറയുന്നത് മായയായി കണ്ട്, ശ്രീരാമൻ എന്ന് പറയുന്നത് ഭഗവാനായി കാണുന്നുണ്ട്. അതായത് ഈ ബുദ്ധി കൊണ്ട് നമ്മളെ മനസ്സിനെ അടക്കണം. മനസ്സിനെ അടക്കിക്കഴിഞ്ഞാൽ മായയെ അതിജീവിക്കാം. മായയെ അതിജീവിച്ചാൽ ഭഗവാനിൽ ശരണം കിട്ടും. ബുദ്ധിയായ ഹനുമാൻ മനസ്സായ കടലിനെ കടന്നു, അപ്പുറത്ത് ചെന്നു, മായയായ സീതയെ ദർശിച്ചിട്ട് തിരിച്ചു വന്ന് ഭഗവാനിൽ ശരണമടയുന്നു, ശ്രീരാമനിൽ. അതാണ് ആ യുദ്ധകാന്ഡത്തിലെ യഥാർത്ഥത്തിലുള്ളൊരു തത്വം അടങ്ങിയിരിക്കുന്നതാണ്. നാം ഇതൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യത്തിലും ചിന്തിച്ച് செயல்படுന്നു പറയും. അത് വേറെയും ഒരു കാര്യം പറയും, ചിത്തിര കിണ്ണത്തിൽ ഭേദമില്ല, ഉൻ ചിന്തയിലേതാൻ ഭേദമിടാന്ന് പറയും. എല്ലാം ഒന്നേ ഇവിടെ ഉള്ളൂ, പലതായിട്ട് കാണുന്ന നീയാണ്. അതാണ് ഞാൻ കോവിലും കുളങ്ങളും പറഞ്ഞത്. കോവിലും നിന്റെ മനസ്സിനകത്തു നിന്ന് വരണം, കുളവും നിന്റെ മനസ്സിനകത്ത് വരണം. എല്ലാം നിന്റെ മനസ്സിൽ നിന്നും പുറമേ കാണുന്ന കാഴ്ചകളാണ്. യഥാർത്ഥത്തിൽ സത്യകാഴ്ച ഒന്നുമേ ഇല്ലെന്നുള്ളതാണ്. കാണാക്കാഴ്ചകളാണ് എല്ലാം, സർവവും കാണാക്കാഴ്ചകൾ. കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് സത്യമല്ലാത്ത കാഴ്ചകളാണ് നാം കാണുന്നതല്ല. ഇപ്പോഴും നമ്മളിവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ ഈ കാഴ്ചയില്ല, അതിനപ്പുറത്തോട്ട് പോയാൽ ആ കാഴ്ചയില്ല. അപ്പം കാഴ്ചകളെന്ന് പറയുന്നതെല്ലാം സത്യമല്ല. സത്യത്തെ കാണുന്നുണ്ടെങ്കിൽ അവനിൽ കാണണം. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിൽ കാണുന്നതാണ് സത്യമായ കാഴ്ച. അവനിൽ അടങ്ങണം. എപ്പോഴും ഒരുത്തൻ തന്നെ താനായിട്ട് ചിന്തിച്ചു കൊണ്ടുള്ള പ്രവൃത്തിയും മറ്റുള്ള കാര്യങ്ങളിലും ഈടുപെടുന്നു, അവൻ മാത്രമേ ഈശ്വരനെ ചൈതന്യമായിട്ട് ദർശിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാത്ത ആർക്കും കൂടെ ഈശ്വരനെ കണ്ടു, ഈശ്വരനെ പിടിച്ചു, ഈശ്വരനെ ഒന്നും സത്യമായ കാര്യങ്ങളല്ല. മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും, മനസ്സ് വലിയ കുഴപ്പക്കാരനാണ്. മനസ്സ് നമ്മളെ ഏകമായിട്ട് ഒരിടത്ത് നിർത്തുന്നതല്ല. നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയിട്ട് വന്നാലും അതിനെ പ്രിൻ്റ് എടുത്ത് വയ്ക്കുന്നത് മനസ്സാണ്. നമ്മൾ ഇപ്പം കാശി പോയിരുന്നാലും ശരി, രാമേശ്വരത്ത് പോയിരുന്നാലും ശരി, ഏതൊരു സ്ഥലത്ത് പോയിരുന്നാലും ആ സ്ഥലത്തിൻ്റെ പടം പിടിച്ചു വയ്ക്കുന്നത് മനസ്സാണ്. മനസ്സിൽ കൂടിയാണ് ഇതെല്ലാം, നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം മനസ്സിൽ കൂടി കാണുന്നത്. നമ്മൾ പോയിട്ട് വന്നതിന് ശേഷം തിരിച്ച് നമ്മൾ ആലോചിച്ചാൽ ആ സ്ഥലം നമ്മുടെ മനസ്സിൽ തെളിയും. ആ സ്ഥലം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞിരിക്കും. അതാണ് സത്യം. കാരണം എന്ന് വെച്ചാൽ ഒരു കാഴ്ചയും മനസ്സിൽ നിന്നും മാത്രമാണ് സകലതും ഇവിടെ കാണുന്നതും പിടിക്കുന്നതെല്ലാം മനസ്സുകൊണ്ടാണ്. അല്ലാതെ ആരും ഇവിടെ ഒന്നും കാണുന്നില്ല. നമ്മുടെ പ്രവൃത്തി ഫലം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് മാത്രമാണ്. ഒരാളിനെ എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, നീ ഏകമായിട്ട് ചിന്തിക്കുമ്പോൾ, ഏകമായിട്ട് പോയാൽ നിനക്ക് മനസ്സമാധാനം ഉണ്ടാവും. ഞാൻ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യാൻ തിരിച്ചു എന്നിരിക്കട്ടെ, എൻ്റെ കൂടെ എൻ്റെ സ്നേഹിതനോ അല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലും സ്വാമിമാരാരെങ്കിലും വന്ന് പറയണു എവിടെയാണ് പോണത്, അത് ഇന്ന സ്ഥലത്താണ്, ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരി എപ്പോഴും പോകുന്നു, അത് രാവിലെ പോകുന്നു, ശരി ഞാനും കൂടി വരാം എന്ന് അദ്ദേഹം സമ്മതിച്ചു. ശരി ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. രാവിലെ അദ്ദേഹത്തിന് നോക്കണം, അദ്ദേഹം വന്നില്ല. 8 മണിയായി, 9 മണിയായി, 10 മണിയായി, കണ്ടില്ല. അപ്പം നമ്മൾ പോവേണ്ട സ്ഥലത്തിന് തടസ്സം വന്നു, നമുക്കൊരു പ്രയാസം വന്നു, നമ്മുടെ മനസ്സിനകത്തൊരു ദുഃഖം വന്നു. ഈ ദുഃഖം ആരായിട്ടാണ് ഉണ്ടാക്കിയത്? നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ദുഃഖവും സത്യവും ചിരിയും കളിയും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ആരും ഒന്നും കൊണ്ട് തരുന്നതല്ല. സത്യത്തിന് സത്യമായിട്ട് അറിയുന്നവൻ എപ്പോഴും സത്യത്തിൻ്റെ പിറകെ നിൽക്കുകയുള്ളൂ. മുന്നോട്ട് പോകാൻ പറ്റില്ല. മുന്നോട്ട് പോയാൽ സത്യത്തെ താണ്ടിപ്പോയി കഴിഞ്ഞാൽ ആ സത്യം ഇവനെ പിൻവലിക്കും. സത്യം എന്ന് പറയുന്നത് നിത്യമായ ഒരു സംഗതിയാണ്. അതിന് അഴിവില്ല. അഴിവില്ലാത്ത പൊരുളാണ് സത്യം. ഇവിടെ അരുളും പൊരുളുമുണ്ട്. അതായത് ഒരു സാധനം നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കണമെങ്കിൽ അത് പൊരുളാണ്. പക്ഷെ അരുളായിട്ട് നമുക്ക് കിട്ടുന്നത് ഈശ്വരൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന മാത്രമേ അരുളാകുന്നുള്ളൂ. അതായത് ഈ പല സാധനങ്ങളും പലയിടത്ത് പോയിരുന്നാലും നമുക്ക് കിട്ടും. എന്ത് തന്നെ വാങ്ങിച്ചിരുന്നാലും ശരി തന്നെ,
ഇതൊക്കെ എങ്ങനെ പോകുന്നു, എങ്ങനെ വരുന്നു, എങ്ങനെ ചെയ്യുന്നു, ഇതൊന്നും നമ്മൾ ആരും നിശ്ചയിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല അത്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇതൊക്കെ നടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് സത്യം. ഭഗവാനെ കവിഞ്ഞ് ഇവിടെ യാതൊന്നുമില്ല. ഭഗവാൻ എന്ന് പറയുന്നത് സത്യവസ്തുവാണ്, അതും നിത്യവസ്തുവാണ് ഭഗവാൻ. ഭഗവാനെ എന്ന് നാം തിരിച്ചറിയുന്നുവോ അന്നേ നമ്മളെല്ലാവരും രക്ഷപ്പെടാനുള്ള മാർഗം തെളിയുള്ളൂ. ക്ഷേത്രത്തിൽ പോയി തൊഴുതു എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഭഗവാനോട് പോയി തൊഴുന്നത് എന്താണ്? ഭഗവാനെ എൻ്റെ മകൾക്ക് ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ മകൾക്കൊരു കല്യാണം നടക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞാണ് ഭഗവാനെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. എല്ലാം അറിയുന്ന ഭഗവാൻ ഇതറിയില്ലേ? ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ലേ? ഇദ്ദേഹത്തിൻ്റെ മകൾ വിവാഹം കഴിച്ചില്ല എന്നുള്ളത് അറിയില്ലേ? ഇദ്ദേഹത്തിൻ്റെ മകന് ജോലി വേണമെന്ന് അറിയില്ലേ? ഇതെല്ലാം ഭഗവാൻ അറിയും. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നവൻ ഭഗവാനിൽ വിശ്വാസമില്ല. എന്നിട്ടാണ് അവൻ ഭഗവാന്റെ അടുത്ത് ജോലി കേൾക്കണ്, വീട് കേൾക്കണ്, സകലതും കേൾക്കുന്നു. മനുഷ്യൻ ഭഗവാനായിട്ട് കാണുന്നില്ല. യഥാർത്ഥ സത്യം അതാണ്. സത്യത്തെ ഉൾക്കൊള്ളുന്നില്ല. സത്യം എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മത്തിൽ കൂടി മാത്രമേ സത്യത്തെ ദർശിക്കാൻ പറ്റുള്ളൂ. ധർമ്മമില്ലെങ്കിൽ അവിടെ സത്യമില്ല. അതായത് പാണ്ഡവരെ കഥയിൽ പറയുന്നുണ്ട്, 101 പേരെ ഹിംസിക്കാൻ വേണ്ടി ഭഗവാൻ 5 പേരെ, പഞ്ചപാണ്ഡവർ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 5 പേരെ കൊണ്ടാണ് ഈ 101 പേരെയും സംഹരിച്ചത് ഭഗവാൻ. കാരണം കൂടുതൽ ആളുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയില്ല, കുറഞ്ഞ ആളുണ്ടെന്ന് പറഞ്ഞ് ഇപ്പുറത്തും പോയില്ല. 2 പേർക്കും നിഷ്പക്ഷമായ ഒരു കാര്യം ചെയ്തു. 2 പേരെയും ഒരേ തലത്തിൽ നിർത്തിയിട്ട് നിനക്ക് വേണ്ടത് നിനക്ക് തന്നു, അദ്ദേഹത്തിന് വേണ്ടി അവർ കൂടി. സത്യം ധർമ്മം അവിടെ ജയിച്ചു. സത്യത്തിനും ധർമ്മത്തിനും മാത്രമേ വിലയുള്ളൂ, നിലയുള്ളൂ, നിലനിൽപ്പുള്ളൂ. മറ്റുള്ളതിനൊന്നിനുമില്ല. എല്ലാം നമ്മൾ കാണുന്നു, കണ്ടറിയുന്നു, കൊണ്ടറിയുന്നു, കൊടുത്തറിയുന്നു. ഇതൊക്കെ അറിയുന്നത് മാത്രമേ ഉള്ളൂ. അറിഞ്ഞ സത്യത്തിനെ ആരും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ വന്നു പോകുന്നവരാണ്. ഇത്ര കാലം ഇരിക്കും ഇനിയെന്നും സത്യമേതോ ഒന്നും എനിക്കില്ലല്ലോ എന്ന് പറയും. ഇത്ര ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. നമ്മളെല്ലാം മരണത്തിനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. മരണം എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും സംഭവിക്കാം, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആ മരണത്തിനെ കൊണ്ട് നടക്കുന്ന നാം സ്ഥിരതയുള്ളവരാണെന്ന് എങ്ങനെ വിചാരിക്കും? അപ്പോൾ സ്ഥിരതയുള്ള ഒന്നുമേ ഇല്ല. ഭഗവാനല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. സത്യം എന്ന് പറയുന്നതിന് ഈശ്വരാധീനമായിട്ട് കാണേണ്ടത് സത്യത്തിനെയാണ്. സത്യം ഒരിക്കലും കേടുപാടുള്ളതല്ല. ധർമ്മത്തിൽ നിൽക്കുന്നതാണ് സത്യം. ധർമ്മം എപ്പോഴും ഒരു പിടി മുകളിലാണ്. ധർമ്മത്തിൽ കൂടി മാത്രമേ, ധർമ്മമേ നമ്മളെ തല കാക്കുള്ളൂ എന്ന് പറയും. ധർമ്മം ചെയ്തിട്ടുള്ളവനാണെങ്കിൽ, അതായത് അത് നമ്മുടെ ഇതിൽ നരകയാതനകളെല്ലാം പറയണതിൽ പറയുന്നുണ്ട്. ഈ ഒരു നദി കടന്നു പോകുമ്പം അവിടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ നരകയാതനയിൽ ഈ കടന്നു പോകണമെങ്കിൽ അത് പഴുപ്പ്, അത് ഇത് എല്ലാം ഉള്ള ഒരു ചലനം, എല്ലാം ഉള്ള ചലമുള്ള അല്ലെങ്കിൽ നീന്തി വേണം നമ്മളെ കൊണ്ടുവിടുന്നു. പക്ഷേ അതിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ പശുവിനെ ദാനം ചെയ്യുന്നവരുണ്ട് ഇവിടെ. പശുദാനം ചെയ്യുന്നവൻ അത് കടന്നു പോകണ്ട, അവൻ ആ പശു വന്ന് കയറ്റിക്കൊണ്ടു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് പറയണമെങ്കിലും ഇത് അനുഭവിച്ചിട്ടില്ല, സത്യത്തെ കണ്ടവരില്ല, ആരും. എല്ലാം ഇത് പറഞ്ഞു കൊണ്ട് നടക്കുന്നവരേ ഉള്ളൂ ഇവിടെ. എല്ലാം സർവ്വതും ഇവിടെ പറഞ്ഞു നടക്കുന്നവരേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കണ്ടവരാരുണ്ട്? എന്തെങ്കിലും കണ്ടവരാരെങ്കിലും ഉണ്ടോ? കണ്ടവർക്ക് പറയാൻ സമയം കിട്ടൂല. കണ്ടവൻ തീർന്നു, അതോടെ അവൻ സ്റ്റോപ്പാവേണം. അവൻ പിന്നെ വാ തുറക്കൂല. അതായത് ഈ മൗനം എന്ന് പറയുന്നത് വാ തുറന്ന് സംസാരിക്കാതെ ഇരിക്കുന്നതല്ല മൗനം. മൗനം എന്ന് പറയുന്നത് മനസ്സടങ്ങണമെന്നാണ് പറയണത്. മനസ്സാണ് വ്യാഹരിക്കുന്നത്. മനസ്സ് നമ്മളെ ഒരു നിലയ്ക്ക് നിർത്തില്ല. പല വഴിയിലും ചിന്തിച്ച് വിചാരിച്ച് വിളിച്ച് അവിടെ എല്ലാം കൊണ്ടുപോകും. അപ്പം ഈ മനസ്സിനെ യഥാർത്ഥത്തിൽ അടക്കുന്നവനാണ് മൗനമാവുന്നത്. അല്ലാതെ സ്വാമി സംസാരിക്കാതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് മൗനമൊന്നും ആയില്ല. സ്വാമി സംസാരിക്കാതിരിക്കുന്നു, കുറച്ച് ദിവസം സംസാരിക്കാതിരിക്കും, പിന്നെ സംസാരിക്കും. അവിടെ ഒന്നും മൗനം വന്നിട്ടില്ല. മൗനം മനസ്സടങ്ങണം. മനസ്സടങ്ങിയാൽ ഇവൻ്റെ ചിന്ത മാറും. ചിന്ത മാറിക്കഴിഞ്ഞാൽ ഇവൻ ഏകമാവും. ഏകമായാൽ ഇവൻ പരബ്രഹ്മത്തിൽ ലയിക്കും. അല്ലാതെ ഇവന് ഈ പറഞ്ഞ പോലെ
ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാമി സംസാരിക്കുന്നത്. ആ നിലയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ സംസാരിക്കാതെ അതൊരു ഒരു ഒരു കീഴ്വഴക്കം പോലെയാണ്, അതൊരു രീതി കൊണ്ടു നടക്കുന്നതാണ്. ആ രീതിയിൽ നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു പഠിത്തവും കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം അറിയണമെങ്കിൽ മറ്റൊരു കാര്യത്തിൻ്റെ കൂടെ നമ്മൾ പോകണം. ആ കാര്യത്തിൻ്റെ കൂടെ പോയാൽ നമ്മൾ വിചാരിച്ച കാര്യം എന്താണെന്ന് അറിയുള്ളൂ. അത് വിചാരിച്ച കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നെ യാത്ര ചെയ്യണം. യാത്ര ചെയ്താലോ നമുക്ക് പോയി കണ്ടെത്തി തീർത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അതും പറ്റില്ല. പാതി വഴിയിൽ നമ്മൾ മടങ്ങേണ്ടി വരും. യാത്ര ആർക്കുമേ തീർത്തു കൊടുത്തിട്ടില്ല. എത്രയോ ജന്മങ്ങൾ പല കഴിഞ്ഞാലും ഇല്ലവധി കർമ്മത്തിനും പരമ നാരായണായ നമാണ്. കർമ്മപാശത്തെ ലംഘിക്കുക എന്നത് ബ്രഹ്മാവിനും എഴുതല്ല നിർണയം എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ആരും ഒന്നും പൂർണ്ണമല്ല. പൂർണ്ണമായ ഒരു വസ്തു കൂടെ ഇല്ല, ഒന്നുമേ ഇല്ല, ഒരു വകയില്ല. ഭഗവാനല്ലാതെ വേറെ ഒന്നും ഇവിടെ സത്യമായിട്ടുള്ളതില്ല. ഭഗവാനെ നാം എപ്പോഴും മനസ്സിലാക്കുന്നുവോ ഭഗവാനായിട്ട് തന്നെ മനസ്സിലാക്കണം. ഭഗവാനെ ചുമ്മാ കാഴ്ച വസ്തുവായിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ടോ അവിടെ ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുകയല്ലേ. ആത്മാവായിരിക്കുന്ന ആളിനെ അറിയാൻ നിങ്ങൾക്ക് എന്തിനാണ് പല വഴികൾ? നാം നമ്മളെ തന്നെ അറിഞ്ഞാൽ പോരെ. അടുത്തവർക്ക് ഉപദ്രവിക്കാതിരിക്കുക, അടുത്തവരുടെ മുതൽ അപഹരിക്കാതിരിക്കുക, അടുത്തവരെ പരദൂഷണം പറയാതിരിക്കുക, അടുത്തവരെ കാര്യത്തിൽ കുറ്റവും കുറയും പറയാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ അവൻ തന്നിലടങ്ങി. താൻ തന്നിലടങ്ങുമ്പോഴത്തേക്ക് സൈലൻ്റാവും, മനസ്സ് സമാധാനപ്പെടും, മനസ്സടങ്ങും. താൻ തന്നിലടങ്ങിയാൽ മനസ്സും തന്നിലടങ്ങും. അവിടെ നമ്മൾ മൗനിയായി മാറും. ആ മൗനിയാണ് നമുക്ക് ഏറ്റവും ആത്മീയതയിൽ അത്യുന്നതയിൽ പോകുന്നത് ഈ മൗനമാണ്. മൗനത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവധൂതൻ എന്നെല്ലാം പറയാം. അതൊക്കെ നമ്മൾ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു. അവധൂതൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം. കാരണം നമ്മൾ ഓരോരോ സവിതർക്കം, നിർവിതർക്കം, ഇങ്ങനെ 6 പടികളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ആ പടികളെല്ലാം നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നിർവികൽപ്പത്തിൽ വരുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാകാൻ പറ്റും. കാരണം നാം ഒന്നുമേ അല്ല, നമ്മളിവിടെ ഒന്നുമേ ഇല്ല. ഒന്നുമില്ലാത്ത നമ്മളിലെല്ലാം ഉണ്ട് എന്ന് നാം തെറ്റിദ്ധരിക്കുന്നതാണ്. നമ്മളുടെ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ശരിയായ ധാരണയിലുള്ള ജീവിതം ആരും ഇവിടെ നയിക്കുന്നില്ല. അടുത്തവരെ സഹായിക്കുക, അടുത്തവരുടെ അടുത്ത് പോവുക, ഞാൻ വന്നില്ലെങ്കിൽ കാണാമായിരുന്നു, ഇവനില്ലെങ്കിലും അവിടെ കാര്യങ്ങൾ നടക്കും. അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഇവൻ ഒരു നിമിത്തമാകുന്നു, ആ കാര്യത്തിന് ഇവൻ ഒരു നിമിത്തമാകും. ഒരാൾ കഷ്ടപ്പെട്ട് ദുഃഖിച്ച് ദുരിതത്തിലിരിക്കുമ്പോൾ അവിടെ ഭഗവാൻ ഒരാളിനെ പറഞ്ഞില്ല. അത് മനുഷ്യരൂപത്തിലല്ലേ വരുള്ളൂ, അല്ലാതെ ദൈവത്തിൻ്റെ രൂപത്തിൽ വരില്ലല്ലോ. ആ മനുഷ്യരൂപത്തിൽ വന്ന് മനുഷ്യത്വമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഗതി പരിഹരിച്ചു കഴിഞ്ഞാൽ ആ വന്ന ആളിനെ ദൈവമായിട്ട് കാണണം. ആ വന്ന ആളിനെയാണ് ദൈവമായിട്ട് കാണേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവിടെ മനുഷ്യൻ്റെ നിലയിൽ നിന്ന് മാറ്റി നിർത്തണം. അദ്ദേഹത്തിന് ദൈവമായിട്ട് കാണണം. കാരണം അദ്ദേഹം അതിന് നിമിത്തമായ ആളാണ്. അപ്പം ഏതൊരു കാര്യവും ആര് ചെയ്യുന്നെങ്കിലും അവനവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല. ആട്ടിവിടുന്ന ഒരാൾ നമ്മൾ ആടുന്നു. ആട്ടാതെ ഇവിടെ ആർക്കും ആടാൻ ഒക്കില്ല. ആട്ടിവിടാൻ ഒരാളുള്ളതുകൊണ്ട് നമ്മൾ ആടുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ചലനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഒരാളിനെ കൊണ്ട് ഇവിടെ ഒന്നും സാധിക്കില്ല. ഒരാൾ കൊണ്ട് ഒരു പ്രവൃത്തിയും ഇവിടെ സാധിക്കില്ല. മറ്റൊരാളിൻ്റെ സഹായമില്ലാതെ ഇവിടെ ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ല. സ്വാമിമാരും പ്രവർത്തിക്കുന്നില്ല, സന്യാസിമാരും പ്രവർത്തിക്കുന്നില്ല, ആരും പ്രവർത്തിക്കുന്നില്ല. കാരണം ഭക്ഷണം പാചകം ചെയ്തു തരണ ഒരാൾ വേണം, തുണി നനച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വേണം. അപ്പോൾ ഇതിനെല്ലാം പരോപകാരപരമായിട്ടുള്ള ആളുകളെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളാണ് എല്ലാം അറിയുന്നവനെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നാം നമ്മെ അറിയണം എന്ന് പറയുന്നത് തന്നെ നാം നമ്മിലുള്ള സത്യത്തെ അറിയണം എന്നുള്ളതാണ്. നാം നമ്മെ അറിഞ്ഞാൽ പോരാ, നമ്മിലുള്ള സത്യത്തെ അറിയണം. ആ സത്യമാണ് നമ്മളെ കൊണ്ട് നടക്കുന്നു എന്നുള്ള കാര്യം അറിയണം.
ആ സത്യത്തിൽ കൂടി ധർമ്മത്തെ അറിയണം, ധർമ്മത്തിൽ കൂടി മനുഷ്യനെ അറിയണം, മനുഷ്യ ജന്മത്തെക്കുറിച്ച് അറിയണം. മനുഷ്യജന്മം ഏതൊരു വിധത്തിലായിരുന്നാലും ശരി തന്നെ വളരെ ശാശ്വതമായ ജന്മമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 7 ലോകം മുകളിലോട്ടും 7 ലോകം താഴെ പാതാളത്തിലുമുണ്ട് തമ്മിൽ. അതെല്ലാം വിതലം ഇതെല്ലാം താഴെത്തിട്ട് പോകും. അപ്പം അങ്ങനെ താഴെ പോകുന്നതിൽ നമ്മുടെ ജന്മങ്ങൾ വെച്ച് കണക്ക് കൂട്ടി നോക്കിയാൽ പഴത്തിലിരിക്കും പുഴു, പഴത്തിലുള്ള പുഴുവും ഒരു ജീവനാണ്. കക്കൂസിലിരിക്കും ഒരു പുഴു, അതും ഒരു ജീവനാണ്. പ്രവൃത്തിഫലമാണ്, നാം ചെയ്യുന്ന പ്രവൃത്തിഫലമാണ് നമുക്ക് വന്ന് ചേരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ആ പ്രവൃത്തിഫലമാണ് നാം അനുഭവിക്കുന്നതും. പ്രവൃത്തിഫലത്തിൻ്റെ എല്ലാം പ്രവൃത്തിഫലം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുള്ളതേ ഉള്ളൂ. അല്ല പ്രവൃത്തിയില്ലാതെ ഇവിടെ പോലെ ജോലി ചെയ്താൽ കൂലി കിട്ടും. അപ്പം ജോലി ചെയ്തതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കൂലിയായിട്ട് കിട്ടുന്നത്. അപ്പം അത് പ്രവൃത്തി കൊണ്ട് കിട്ടിയ ഫലമാണത്. അല്ലാതെ ഇവിടെ ഒന്നും ആർക്കും ഒന്നും കിട്ടാനൊന്നുമില്ല, കിട്ടാനും പോണില്ല. അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. കിട്ടണം ആരെങ്കിലും സഹായമില്ലാതെ ഇവിടെ ആര് എന്ത് കാര്യങ്ങൾ ചെയ്യണത്? സന്യാസിമാരായിരുന്നാലും ശരി, സ്വാമിമാരായിരുന്നാലും ശരി, മുനിയായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, പരസ്പര സഹായമില്ലാതെ ഇവിടെ ഒരു മനുഷ്യന് ചലിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ ചലിച്ചിട്ടില്ല. അതാണ് സത്യം. സത്യത്തെ നമ്മൾ കാണുന്നത് എപ്പോഴും. ഭഗവാൻ നമ്മളെ കൊണ്ട് നടക്കും. ഭഗവാന് യശോദാമ്മ കൃഷ്ണൻ മണ്ണ് വാരി തിന്നുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അടിക്കാനായിട്ട് കമ്പെടുത്തിട്ട് വരുമ്പം ഭഗവാൻ വാ തുറന്ന് കാണിച്ചു കൊടുക്കും, മണ്ണ് തിന്നിട്ടുണ്ടോയെന്നോ. വാ തുറന്ന് കാണിക്കുമ്പോൾ 14 ലോകങ്ങളും സർവചരാചരങ്ങളും സകലമായ കാര്യങ്ങളും ആ വാക്കകത്ത് കാണും. ആ വായ ദർശിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ജ്ഞാനത്തിൽ നിന്ന് അവരങ്ങ് മാറി, അവരൊക്കെ ഓർമ്മ തിരിച്ചു വരും. ഭഗവാൻ അവിടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം നിന്നിലാണ്. ഈ ലോകം പൂരെ നിന്റെ ഉള്ളിലിരിക്കുന്നതാണ്. നീ നിന്നെ അറിയണം. നീ നിന്നെ അറിയാതെ നീ ഈ പുറമെ കാണുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇതൊക്കെ സത്യമായ കാഴ്ചയാണെന്ന് വിചാരിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. ഭഗവാൻ അവിടെ യാതൊരുവിധ റോളുമില്ല. ഭഗവാൻ കാട്ടിത്തരുന്ന മനനം ചെയ്ത് ആ മനനത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. ആ സത്യത്തിനെ നമ്മൾ അറിയാൻ വേണ്ടി നമ്മളെ ഭഗവാൻ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നതാണ്. മനുഷ്യജന്മം മഹാജന്മമാണ്, സർവത്രമായ ജന്മമാണ് മനുഷ്യൻ. ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് കിട്ടാത്തത് വേറെ ഒരു ജന്മത്തിലും കിട്ടൂല. കാരണം ജന്മങ്ങൾ പല കഴിഞ്ഞു വരണതാണ്, കർമ്മങ്ങളും പലത് കഴിഞ്ഞു വരണതാണ്. ഇതൊക്കെ കഴിഞ്ഞു വരുന്ന നമുക്ക് ഒരു ജന്മം സുഹൃതമായിട്ട് കിട്ടിയ മനുഷ്യജന്മം മനുഷ്യനായിട്ട് ജീവിച്ചു മരിച്ചു തീർക്കണമെന്നുള്ളതാണ്. മനുഷ്യൻ മനുഷ്യനാകണമെന്നുള്ളതാണ്. മനുഷ്യനിൽ മനുഷ്യ ഗുണം വരണം. ഇതിൽ തന്നെ 3 ഗുണങ്ങളും എല്ലാം 3 വെച്ച് തിരിച്ചിട്ടുണ്ട് ഇവിടെ. ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞെന്ന് പറഞ്ഞ പോലെ എല്ലാം 3 വെച്ചൊരു ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഇങ്ങനെ പിരിച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യധർമ്മം, മനുഷ്യഗണം, അസുരഗണം, ദേവഗണം, ഇങ്ങനെ എല്ലാം 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എല്ലാം പക്ഷെ ഒന്നിലാണ്, എല്ലാം അടങ്ങുന്നത് ഒന്നിലാണ്. 3ആയിട്ട് തരം തിരിച്ചിരിക്കുന്നത് അടങ്ങി നിൽക്കുന്നത് ഒന്നിലാണ്. അത് ശിവായ നമഃ, നമഃശിവായ. നമഃശിവായിൽ സർവവും അടക്കമാണ്. ഭഗവാൻ സ്വയംഭുവാണ്. ഇവിടെ മറ്റുള്ള ഭഗവാന്മാരുടെ എല്ലാം ജന്മദിനങ്ങളും ജനിച്ച ഇതും ആഘോഷങ്ങളും അങ്ങനെയെല്ലാം നടത്താറുണ്ട്. ശിവനും നടത്താറുണ്ട്. തിരുവാതിര എന്ന് പറഞ്ഞ് നക്ഷത്രത്തിൽ അവർ തന്നെ നിശ്ചയിച്ചൊരു നക്ഷത്രം, ഭഗവാന്റെ തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞ് അന്ന് ഉത്സവങ്ങളൊക്കെ നടന്നു. ഭഗവാൻ നക്ഷത്രവുമില്ല, ജനിച്ചിട്ടുമില്ല. ഭഗവാൻ എന്ന് പറയുന്നത് സ്വയംഭുവാണ്. അദ്ദേഹം സ്വന്തമായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ ഉള്ള സകല ചരാചരങ്ങൾക്കും പടിയളക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും സർവ്വ ജീവജാലങ്ങളെയും പരിലാളിച്ചുകൊണ്ട് നടക്കുന്നതും ഭഗവാൻ ശിവൻ മാത്രമാണ്. ശിവപാർവതി, ശിവശക്തി ചൈതന്യം, അതാണ് നമ്മുടെ എല്ലാ ചൈതന്യം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും അതിന് തക്ക നമ്മുടെ ശരീരവും. ഇത് രണ്ട് തലമാണ്. ശരീരം നമ്മളെ കൊണ്ട് നടക്കുന്നു എങ്കിലും നമ്മുടെ എവിടെ എത്തിക്കണം എന്ന് വിചാരിക്കുന്നത് ശരീരമാണ്. ആത്മാവ് കൊണ്ട് നമ്മൾ എവിടെ എത്തണമെന്ന് വിചാരിച്ചാൽ ശരീരത്തിനെ കൊണ്ട് പോകാനേ പറ്റുള്ളൂ. ശരീരമില്ലാതെ ആത്മാവിനായിട്ട് മാത്രം പോകാൻ പറ്റില്ല. നമ്മൾ ഉന്നത നിലയിൽ ഒരു സന്യാസിയായ ആൾ
മഹാസമാധി അടയണമെങ്കിൽ ഈ ശരീരം വേണം. ഈ ശരീരത്തിനെ കൊണ്ട് വേണം ഈ ദിവ്യമായ കാര്യം നടത്തിയെടുക്കാനായിട്ട്. ശരീരമില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ശരീരം പോയാൽ ശിവം പോയാൽ ശവം എന്ന് പറയും. അപ്പോൾ ശരീരം വെച്ചുകൊണ്ടുള്ള കളികളാണ് നമ്മളെല്ലാം കളിക്കുന്നത്. ശരീരമില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ശരീരത്തിൽ കൂടി മാത്രമാണ് നമ്മൾ എല്ലാം അറിയുന്നതും അനുഭവിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും. എല്ലാ കാഴ്ചകളും ശരീരത്തിൽ കൂടി മാത്രമാണ്. ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തന ഫലം കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അല്ലാതെ ഭഗവാന്റെ കാര്യങ്ങളായിട്ട് നാം ഇവിടെ ഒന്നും നടക്കില്ല. ഭഗവാൻ എല്ലാം നടത്തി കഴിഞ്ഞ ആളാണ്. പിന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. മനുഷ്യൻ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ക്ഷേത്രങ്ങളിലായിരുന്നാലും ശരി, ഭഗവാന്റെ തിരുവാഭരണങ്ങൾ വരെ കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്നു. ഭഗവാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ആരെങ്കിലും? ഭഗവാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാതില്ല. ഭഗവാന്റെ ഭൂസ്വത്തുക്കൾ സർവസ്വത്തുക്കളും, അതായത് അതിൽ പറയണമെന്ന് വെച്ചാൽ ഈ കാശ് കൊടുക്കുന്നവന് കൊടുക്കുന്ന പ്രസാദവും കാര്യങ്ങളൊക്കെ ആ രീതിയിലിരിക്കും. കാശ് കൊടുക്കാത്തവനെ നിർത്തിയിരിക്കുന്നത് ആ രീതിയിലായിരിക്കും. അപ്പോൾ എല്ലായിടത്തും ഭാവഭേദങ്ങളെല്ലാം ഉണ്ട്. ഒരേ നിലയിൽ ആരെയും ഇവിടെ ആരും കാണുന്നില്ല. ഒരേ നിലയിൽ കാണുന്ന ഒരാൾ ഭഗവാൻ മാത്രമാണ്. ഭഗവാന്റെ അതാണ് പറഞ്ഞത്, ചിത്തിര കിണ്ണത്തിൽ ഭേദമില്ലേ ഉൻ ചിന്തയിലേതാൻ ഭേദമിടാന്ന് പറയുന്നത്. നീ ചിന്തിക്കുന്ന ചിന്തയിലാണ് കുഴപ്പം, അല്ലാതെ ഭഗവാനിൽ ഒരു ഭേദവുമില്ല. ഭഗവാൻ എപ്പോഴും ഒരേ തലത്തിൽ ഒരേ രീതിയിൽ നിർഗുണനായിട്ടും നിർമ്മലനായിട്ടും നിരന്തരനായിട്ടും ഇരിക്കുന്ന ആളാണ് ഈശ്വരൻ. ഈശ്വര സാക്ഷി കടന്ന് ഇവിടെ ഒന്നുമില്ല. സർവസാക്ഷിഭൂതത്തിലും അടങ്ങിയിരിക്കുന്നത് ഭഗവാന്റെ മാത്രം അനുഗ്രഹവും ആശ്രയവും ഇത് മാത്രമേ അതിനകത്തുള്ളൂ. ഇതാണ് അതിൻ്റെ സത്യം. സത്യത്തെ നാം മനസ്സിലാക്കണം. സ്വാമിജി, അങ്ങ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ഇതിലൊക്കെ ഇടയ്ക്ക് തമിഴ് അങ്ങ് സംസാരിക്കുന്നതും തമിഴ് പാടലുകളും അതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ അങ്ങയുടെ ഗുരുവിൽ നിന്നും കിട്ടിയതാണോ, എങ്ങനെയാണ് ആ തമിഴ് അങ്ങേക്ക് വരാൻ ആ ഒരു വശം വന്നത് എങ്ങനെയാണ്? അപ്പം അങ്ങയെ സ്വാധീനിച്ച തമിഴ് പാടലുകളുടെ ഒന്ന് രണ്ടെണ്ണം അതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് പറയാം. തമിഴ് പാടലുകൾ എന്ന് പറഞ്ഞാൽ, തമിഴ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുവിനേക്കാൾ മുൻപേ ഞാൻ സ്കന്ദഷഷ്ടി കവചവും സ്കന്ദഷഷ്ടിയുടെ കാര്യങ്ങളും മുരുക ഭക്തനായിരുന്നു ഞാൻ. അപ്പോൾ ആ മുരുകൻ്റെ രീതിയിൽ ഞാൻ കുറേ തമിഴ് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി. തമിഴ് പഠിച്ചു, തമിഴ് എഴുതും വായിക്കും. ഇതൊക്കെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള തമിഴാണ്. അതായത് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, അകര മുതല എഴുത്തെല്ലാം ആദിഭഗവൻ മുതற்றേ ഉലക് എന്ന് വെച്ചാൽ, ഈ എഴുത്തുക്കളെല്ലാം പിന്നീട് വന്നതല്ല, ആദ്യം തൊട്ടേ ഉള്ളതാണ്. അകര മുതല എഴുത്തെല്ലാം ആദിഭഗവൻ മുതற்றേ ഉലക്, ആദ്യകാലം മുതൽ ഉള്ളതാണ് അക്ഷരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ആലയം തൊഴുവത് സാലവും നன்று എന്ന് വെച്ചാൽ, ക്ഷേത്രത്തിനെ പോയി തൊഴുതാൽ അത്രയ്ക്കും നല്ലത്. അന്നയും പിതാവും മുന്നറി ദൈവം. മുമ്പേ നമ്മൾ അറിയുന്ന ദൈവം അച്ഛനെയും അമ്മയെയാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ളവരെല്ലാം. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ആള് ഭഗവാൻ ഈ പറഞ്ഞ പോലെ തമിഴിൽ പറയുന്നത് എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ മൺകുടം ഉടഞ്ഞാൽ അതിനെ എടുത്ത് അടുക്കി വയ്ക്കും, പൊൻകുടം ഉടഞ്ഞാലും അടുക്കി വയ്ക്കും. നമ്മളെ കുടം ഉടഞ്ഞാൽ നമ്മളെ എപ്പോഴും എടുത്ത് ചുടുകാട്ടി കൊണ്ടുപോയി നീട്ടാവും. അപ്പം അതൊക്കെ സത്യമായിട്ട്, കാരണം അതിൽ യഥാർത്ഥ വാക്ക് പറയണത്, ഇന്നലെ നിന്നെ ചുമന്നവൻ അവന് വേണ്ടി നീ ഇന്ന് കരയുമ്പോൾ നാളെ നിന്നെ ചുമക്കാനുള്ളവൻ നിന്റെ അടുത്തിരിക്കുകയാണ്. അതായത് ഒരുത്തരും ഇവിടെ അതിദീനരൊന്നും അല്ല, ആരും അപ്പുറത്തിപ്പുറത്തുള്ളവരല്ല, എല്ലാവരും അതിനകത്തടങ്ങുന്നവരാണ്. സർവവും ഏകമായ ഒന്നിലടങ്ങുന്നു. അതാണ് ശിവത്തിൽ നമശിവായത്തിൽ അടങ്ങണം എന്ന് പറയണം. ഭഗവാൻ അതിന് പ്രത്യേകിച്ച് ഇവിടെ കാരണകാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അകര മുതൽ എഴുത്തെല്ലാം ആദിഭവൻ മുതൽ. എണ്ണും എഴുത്തും കണ്ണനക്കഴുത്. എണ്ണുന്ന എഴുത്ത്, അതായത് എഴുതുന്ന എഴുത്തുകൾ കണ്ണായിട്ട് നീ കരുതണം. എണ്ണും എഴുത്തും കണ്ണനക്കഴുത് എന്നാണ് പറയുന്നത്. കണ്ണായിട്ട് നീ അതിനെ കഴുതണം. കാരണം എഴുത്തുക്കളെല്ലാം സത്യമായിട്ടുള്ളതല്ല, എഴുതി വച്ചിട്ടുള്ളതെന്നുള്ളതേ ഉള്ളൂ. സത്യമായ വസ്തു ഇവിടെ ഒന്നുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ.
എഴുത്തുകൾ എന്ന് പറയുന്നത് തലമുറയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് വരുന്ന തലമുറ കൈകാര്യം ചെയ്തു പോകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്ന വാക്കുകളൊന്നും ഇവിടെ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് വായുവിൽ ലയിക്കുകയാണ്. പറയുന്ന വാക്കുകൾ വായുവിൽ നിൽക്കുകയാണ്, പറയാത്ത വാക്കുകൾ ഉള്ളിലിരിക്കുകയാണ്, പറഞ്ഞ വാക്കുകൾ അക്ഷരമായിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തരം തിരിച്ച് വെച്ചിരിക്കുന്നതാണ്. മറ്റുള്ള സമൂഹങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി പഠിക്കാനും പഠിപ്പിക്കാനും പഠനം മനസ്സിലാക്കാനും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ ആദി രീതിയിലുള്ളവരെല്ലാം സകലരും പരിശ്രമിച്ചിട്ടുള്ളതിനാണ്. അവരെ പരിശ്രമമാണ് മറ്റുള്ള വളർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവരുടെ പരിശ്രമമാണ്. അല്ല നാം ഇവിടെ എന്തെങ്കിലും കൊണ്ട് വച്ചിട്ടുണ്ടെന്നോ നാം ഇവിടെ വല്ലതും എടുത്തിട്ടുണ്ടോ, ഇതൊന്നും ആരെ കൊണ്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പറ്റാത്തത് ഒന്ന് എന്നെ കൊണ്ട് പറ്റി എന്ന് പറയുന്നത് തന്നെ അവൻ്റെ അറിവില്ലായ്മയാണ്. ഇവൻ പറ്റിയ കാര്യം പറയുമ്പോൾ തന്നെ അതിന് കൂടെ എത്രയോ പേര് അതിൽ ചേർന്നിട്ടുണ്ട്. ഒരു കാര്യം ഇവൻ പറയുമ്പോൾ ഞാനാണ് അത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവൻ്റെ കൂടെ എത്രയോ പേര് ചേർന്ന കാര്യമാണ് അത് നടന്നിരിക്കുന്നത്. അപ്പം അവരെയൊക്കെ ഇവൻ വിട്ടിട്ട് ഇവനെ മാത്രം അവിടെ നിർത്തി. അത് സത്യമാണ്? അത് ഒരിക്കലും സത്യമല്ല. കാരണം സത്യം എന്ന് പറയുന്നത് അവനവനിൽ തന്നെയാണുള്ളത്. അത് അവനവൻ പുറത്തെടുത്ത് കാണിച്ചാൽ അത് വിളംബരമായി പോകും. സത്യത്തെ എപ്പോഴും ഉള്ളിൽ കാണണം. ആ കാണുന്നവൻ മനുഷ്യനായിരിക്കും. മനുഷ്യ ജന്മമെടുത്തതിൻ്റെ അവതാരത്തിൻ്റെയും ഈ പറഞ്ഞതുപോലെ സർവ്വതും അവനിൽ അത് ഉൾക്കൊള്ളും. അല്ലാതെ ഈ പറഞ്ഞ പോലെ തമിഴിലെ എഴുത്തുക്കൾ ഒരുപാടുണ്ട്, തമിഴിലെ വാചകങ്ങൾ ഒരുപാടുണ്ട്, എണ്ണമറ്റ കൃതികളുണ്ട്. ഭഗവാൻ അതായത് പാർക്കുമിടമെങ്കും ഒരു നീക്കമരമാകിன்ற പരിപൂർണാനന്ദമേ. എവിടെ നോക്കിയാലും നിനക്ക് ഭഗവാനെ കാണാം. പാർക്കുമിടമെങ്കും ഒരു നീക്കമരമാകിன்ற പരിപൂർണാനന്ദമേ. പരിപൂർണമായിരിക്കുന്ന ആനന്ദമാണ് എനിക്ക് നീ. എവിടെ നോക്കിയാലും എനിക്ക് നിന്നെ കാണാം. ആ ആനന്ദമാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. അതാണ് ഭഗവാനിൽ നമ്മളിൽ വന്നു ചേരേണ്ട ഒരു കാര്യം. അതാണ് ഭഗവാൻ സർവ്വം. അത് മലയാളത്തിൽ തന്നെ പറയുന്നുണ്ട്, യാതൊന്ന് കാൺപതത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പത് നാരായണ, യാതൊന്ന് ചെയ്വത് നാരായണ അർച്ചന, യാതൊന്നൊക്കെ. ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയിൽ പെട്ടതാണ്. ഇവിടെ എല്ലാം നമ്മൾ വേർതിരിച്ച് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മാങ്ങയെ കാണുന്നു, ചക്കയായിട്ട് കാണും. മാവിനകത്തും പുഴുവുണ്ട്. മനുഷ്യന് അത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ദുഷ്കർമ്മങ്ങൾ പിടിച്ചൊരു മരിക്കുമ്പോഴത്തേക്ക് അവൻ സത്കർമ്മം ചെയ്തവനും മരിക്കും. ദുഷ്കർമ്മം ചെയ്തവൻ മരിക്കുമ്പോൾ കക്കൂസിൽ പോകും, കൃമിയായിട്ട് കക്കൂസിൽ പോകും. കാരണം അവൻ ദുഷ്കർമ്മിയാണ്. സത്കർമ്മം ചെയ്യുമ്പോൾ ഈ പഴവർഗ്ഗങ്ങളിൽ പുഴുവായിട്ട് വരും. അവൻ്റെ ജന്മം കുറച്ചുകൂടി സുഹൃതമാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാം ഇവിടെ അടങ്ങിക്കിടക്കുകയാണ്. നമുക്ക് കണ്ടാൽ നമ്മൾ കുറച്ച് അതിനെപ്പറ്റി മനനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് കൃമികളുണ്ട്, കീടങ്ങളുണ്ട്, മനുഷ്യനുണ്ട്. ഈ നമ്മൾ തന്നെ ഈ ചോറ് വെച്ച് കഴിക്കുന്നത്, അത് വെച്ച് കഴിക്കുന്നത്, ഈ പക്ഷി മൃഗാദികൾക്ക് ആരെങ്കിലും എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നുണ്ടോ? അതെല്ലാം ഭക്ഷണം കഴിക്കുന്നില്ലേ? അതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിക്കുന്നു. നമുക്ക് അന്വേഷണമില്ല, ഭരണത്ത് കൊണ്ടുവരുന്നത് വെച്ച് കഴിക്കുന്നു. അപ്പോൾ നമ്മളും അവരുമായിട്ടുള്ള ഒരുപാട് വ്യത്യാസം. നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചൊന്ന് വരുമ്പോൾ നമ്മളെ ജന്മമെല്ലാം തീർന്നു പോകും. അതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. തമിഴിൽ നല്ല നല്ല ശ്ലോകങ്ങളും നല്ല നല്ല കാര്യങ്ങളും ഉണ്ട്. തമിഴെന്ന് പറയണത് മലയാളത്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായതാണ് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ. എന്നും പറഞ്ഞാൽ മലയാളം മോശമെന്നല്ല പറയണത്. തമിഴിലുള്ള ബഹുമാനവും സംസാരവും മലയാളത്തിൽ കിട്ടൂല. മലയാളത്തിൽ ഒരാളിനെ വിളിക്കണമെങ്കിൽ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കും. തമിഴിലാണെങ്കിൽ ഇങ്ങ് വാങ്ങയ്യ ഉക്കാറുണ്ട് എന്ന് ഒരു ബഹുമാനമായിട്ട് പറയും. ബഹുമാന വാക്കുള്ളതാണ് തമിഴ്. പാടലുകൾ കൂടുതലും തമിഴിലാണ്. സ്വാധീനിച്ച ഒരു 2 പാടലുകളെന്ന് പറയാമോ? എനിക്ക് ഓം നമ ശിവായ, ഓം നമ ശിവായവും ഓം നമ ശിവായവും അഞ്ചെഴുത്തിലേ തുടങ്ങി അഞ്ചെഴുത്തിലേ എഴുந்து പഞ്ചഭൂത പാവിയാൽ അഞ്ചെഴുത്തിൽ ഓരെഴുത്ത് നീ അറിந்து കൊണ്ട പിൻ അഞ്ചലഞ്ചൽ என்று சொல்ல മനസ്സില്ലെന്നാണ് പറയുന്നത്. കാരണം
അഞ്ചെഴുത്ത് എൻ്റെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊരു അക്ഷരമില്ല. അതായത് അകാരം അതാ ആദിയായ മൂവരും അണ്ഡവും അഖണ്ഡവും ആദിയാന മൂവരും പഞ്ചഭൂതങ്ങളായ ഈ ശിവനിലടങ്ങുകയാണ്. അതായത് അത് പറയണമെന്ന് വെച്ചാൽ പിന്നെ അകാരവും ഉകാരവും മഹാരം ഓം എന്ന അക്ഷരത്തിൽ ഈ 3 വാക്കുകളുണ്ട്. അകാരമുണ്ട്, ഉകാരമുണ്ട്, മഹാരമുണ്ട്. ഓം ഓ ഉ ഉം. അകാരം ഉകാരം മഹാരം ഇത് 3 ഓമിലടങ്ങി കഴിഞ്ഞു. ഓം എന്ന് പറയുന്നതാണ് നമ്മുടെ ആത്മാവായിട്ട് കുടികൊള്ളുന്നതാണ് ഓം. അവിടെ നിന്ന് നമ്മൾ അപ്പുറത്ത് ചലിച്ചു പോകുമ്പോഴത്തേക്കാണ് ശരീരത്തിൻ്റെ ഭരണഘടന പറഞ്ഞത്. അവിടെ ബുദ്ധി, ആത്മാവ്, ബുദ്ധി, മനസ്സ്, പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഉപകർമ്മേന്ദ്രിയങ്ങൾ, ഇങ്ങനെ 10-20 എണ്ണം അതിനകത്ത് വരും നമുക്ക്. അപ്പം ഇതെല്ലാം ഒന്നിലടങ്ങി നിൽക്കുകയാണ്, ഒന്നായ നിങ്ങളിൽ അടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു രൂപമുണ്ട്, ഒരു നാമമുണ്ട്. നിങ്ങളെ രൂപവും നാമവും ഒന്നിച്ച് നിൽക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ മറ്റൊരിടത്ത് നിൽക്കുമ്പോൾ നിങ്ങളെപ്പറ്റി ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ രൂപത്തിനെ പറഞ്ഞ് സംസാരിക്കും. അപ്പം ആ നാമം, എനിക്കറിയാം, ആളിനെ അറിയാം, ഇന്ന ആളാണ്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ രൂപവും നാമവും ആ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഈ രൂപവും നാമവും സത്യമല്ല. നമ്മൾ എപ്പോഴും പോകുന്ന നമ്മുടെ കൂടെ ആ രൂപവും നാമവും അങ്ങ് പോകും. ഭഗവാനെ എല്ലാം കാണുന്ന രൂപനാമത്തിൽ കൂടിയാണ്. ഇപ്പം പരമശിവനെ കാണണമെങ്കിൽ പരമശിവന്റെ ചിത്രം കണ്ടാൽ ഇത് പരമശിവൻ എന്ന് പറയും, മുരുകനെ കണ്ടാൽ മുരുകൻ എന്ന് പറയും. അപ്പം രൂപവും നാമവും നമ്മുടെ ഉണ്ട്. പക്ഷെ ഇതിന് സ്ഥിരതയില്ല. ഈ മുരുകനെ കണ്ടിട്ട് നമ്മൾ അപ്പുറത്ത് പോകുമ്പോൾ ശിവനെ കാണുമ്പോൾ മുരുകൻ അവിടെ നിന്ന് പോയി, ശിവൻ അപ്പുറത്ത് വന്നു. ശിവനെ കണ്ടിട്ട് ഇപ്പുറത്ത് വരുമ്പോൾ കൃഷ്ണൻ വന്നു. അപ്പോൾ ശിവന്റെ നാമം അവിടെ പോയി, കൃഷ്ണന്റെ നാമം വന്നു. ഈ രൂപനാമം, അതാണ് രൂപനാമങ്ങൾ സത്യമല്ലെന്ന് പറയുന്നത്. രൂപവും നാമവും എപ്പോഴും വേണമെങ്കിലും മാറാം. നമ്മളിലുള്ള രൂപനാമം എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരതയുള്ളതല്ല, നമ്മളിൽ നിന്നും വേർപെട്ടു പോകുന്നതാണ്. നമ്മൾ ഇരിക്കുന്ന സമയം തോറും അത് ഉണ്ടാവും. അത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ രൂപവും നാമവും. പിന്നെ നമ്മളെ സ്നേഹിച്ചിരിക്കുന്ന കുറേ ആളുകൾ നമ്മളെ എടുത്തു വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ കാര്യം. യഥാർത്ഥത്തിൽ തമിഴ് വാക്കുകൾ വളരെ ഇനിയ വാക്കുകളാണ്, വളരെ ബഹുമാനമുള്ള വാക്കുകളാണ്. ദൈവത്തിനെ പറ്റിയൊക്കെ അവർ പറയുന്നത് കേട്ടാൽ നമുക്ക് ഭയങ്കരമായിരിക്കും. ഭഗവാന്റെ ഓരോ പാട്ടുകളും നമുക്ക് കേൾക്കാൻ വളരെ ഭംഗിയായിരിക്കും. ഈ അഞ്ചെഴുത്തിൽ തുടങ്ങി അഞ്ചെഴുത്തിലടങ്ങി അഞ്ചെഴുത്ത് ആളുകിன்ற പഞ്ചഭൂത പാണ്ഡിയർ എന്നും പറഞ്ഞുകൊണ്ട് ആ പാട്ടുണ്ട്. അതിൽ പറയണമെന്ന് വെച്ചാൽ പിന്നെ ഈ കലങ്ങളെ പറ്റിയെല്ലാം പറയും. എന്നിട്ട് പറയും ആപതും അഴിവതും ഇല്ല ഇല്ല ഇല്ല, ഒന്നും ആവുന്നുമില്ല, ഒന്നും ഇവിടെ അഴിയുന്നുമില്ല. ആവുന്നു എന്ന് നിനക്ക് തോന്നുന്നു, അഴിയുന്നു എന്ന് നിനക്ക് തോന്നുന്നു. ഇത് രണ്ടും നിന്നിൽ തോന്നുന്ന തോന്നലാണെന്നുള്ളതല്ലാതെ സത്യമല്ലാതെ. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാൻ ആ രീതിയിൽ വന്നിട്ട് പോകുന്ന ആളുമാണ്. ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ നമ്മളെ നരസിംഹമൂർത്തിയായിട്ട് വരൂല്ലേ, നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ വരുമ്പോഴത്തേക്ക് ഭക്തന് വേണ്ടി അവതാരമെടുത്ത ആളാണ് നരസിംഹ. പ്രഹ്ലാദന് വേണ്ടി അവതാരമെടുത്ത പുരുഷനാണ് നരസിംഹമൂർത്തി. കാരണം ഭക്തനിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിനെ രക്ഷിക്കും എന്ന് നിൽക്കുന്നതാണ് ഭഗവാൻ. ആ ഭഗവാനാണ് നമ്മളവിടെ കാണേണ്ടത്. ആ ഈശ്വര ശക്തി എന്ന് പറയുന്നത് അതാണ്. ആ ഭക്തൻ പറഞ്ഞ് എൻ്റെ ഭഗവാൻ ഇതിലുണ്ട്, കാണിച്ചു കൊടുത്തു, ഉണ്ടെന്നുള്ളത് കാണിച്ചു. അപ്പം ഭഗവാന് വേണ്ടി അവതാരമെടുത്താണ് മഹാപുരുഷനായ നരസിംഹമൂർത്തി. അപ്പം ഭക്തവത്സലനല്ലേ അദ്ദേഹം, ഭക്തന് വേണ്ടി അവതാരമെടുത്ത മഹാപുരുഷനല്ലേ അദ്ദേഹം. അപ്പം ഭക്തിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഭക്തി നമുക്ക് അതിശ്രേഷ്ഠമായിട്ട് ഉറച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നിൽപ്പ് ഒരു നിൽപ്പ് തന്നെയായിരിക്കും. തമിഴ് പാടലുകളെല്ലാം ഈ ഭക്തിയെ ഊട്ടി ഉറപ്പിക്കുന്ന അതാണ് ഭക്തിയെ തന്നെ അവർ ഊട്ടി ഉറപ്പിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ വെങ്കലം കടന്ന പോത് വേണ്ടുമെன்று എന്ന് പറഞ്ഞ ആ വരിയുണ്ട്. ആ വരി എനിക്ക് അറിയാമെങ്കിലും പെട്ടെന്ന് പറഞ്ഞില്ല അത്. കാരണം
തമിഴ് നല്ല വാക്കുകളാണ്. ഈ മുരുകനെ പറ്റി പാടുന്ന പാട്ടുകൾ ഒരുപാടുണ്ട്. സൊല്ല സൊല്ല ഇനിക്കിതടാ മുരുക ഉള്ളവെന്നും കോയിലിലെ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. പറയെ പറയെ ഇനിപ്പാണ്. ഭഗവാനെ പറ്റി പറയെ പറയെ ഇനിക്കാണ് മനസ്സ്. അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു രീതിയിൽ നിന്നാലും ഈശ്വരൻ ധർമ്മം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ആ ധർമ്മത്തിനെ കാണുന്ന ഇവിടെ ഒന്നുമേ ഇല്ല. ഭഗവാനെ കവിഞ്ഞ് ഒന്നുമില്ല. എല്ലാം നാം ഉണ്ടെന്ന് വിചാരിക്കുന്നത്, നമ്മൾ വന്നു നിന്ന് പോകുന്നതും എല്ലാം വന്നിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഉള്ളത് സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഈശ്വര സാക്ഷാത്കാരം മാത്രമാണ്. അതിനഴിവില്ല. ആ തത്വത്തെയാണ് ഈ ഭക്തിയിലൂടെ അവതരിപ്പിക്കുന്ന അവർ ഭക്തിയോടെ ഈ ഇതിൽ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ അകര മുതല എഴുത്തെല്ലാം ആദിഭഗവൻ മുതറ്റേ ഉലകു എണ്ണും എഴുത്തും കണ്ണനെ കഴുത് എന്നെല്ലാം പറയുന്നുണ്ട് അവർ. കാരണം ആത്തിച്ചുവടി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ പറയുന്നതാണ് ഭഗവാൻ ആദ്യം മുതലേ അക്ഷരങ്ങളുണ്ടെന്നാണ് പറയണത്. ഈ അക്ഷരങ്ങളൊന്നും ഇവിടെ ആരും കണ്ടുപിടിച്ചവരല്ലെന്നാണ് പറയണത്. തമിഴിലേ അത് പറഞ്ഞിട്ടുള്ളൂ. അകര മുതല എഴുത്തെല്ലാം ആദിഭഗവൻ മുതറ്റേ ഉലക് എന്ന് ലോകമുണ്ടായോ അന്ന് അക്ഷരമുണ്ടായി എന്ന് പറയണം. അക്ഷരത്തിന് വേണ്ടി ഇവിടെ പ്രത്യേകം ആരും ഒന്നും പരിശ്രമിച്ചിട്ടില്ല. അക്ഷരവും ഭഗവാനൊപ്പം വന്നിട്ടുള്ളതാണ്. അത് തമിഴിൽ മാത്രമേ അത് പറയുന്നുള്ളൂ. ബാക്കി ഒന്നിലും ഞാൻ കേട്ടിട്ടില്ല അക്ഷരം കൂടെ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പം എണ്ണും എഴുത്തും കണ്ണനൊക്കെ എഴുത് മറ്റേ നല്ല നല്ല വാക്കുകളുണ്ട്. തമിഴിൽ ഒരുപാട് വാക്കുകൾ നമ്മൾ കേട്ടാൽ ഇൻപമായ വാക്കുകളുണ്ട്. ഭഗവാൻ ഈ പറഞ്ഞതുപോലെ ഈ ശിവവാക്യരുടെ പാട്ടൊക്കെ വളരെ വളരെ ഭംഗിയായിരിക്കുന്ന പാട്ടുകളാണ്. അതുപോലെ പട്ടണത്താരടിയുള്ള പാട്ടുകൾ. ഭഗവാനോട് പട്ടണത്താര് പണക്കാരനായിട്ടിരുന്ന് അദ്ദേഹം കോടീശ്വരനായിരുന്നു. ഭഗവാൻ മകനായിട്ട് ജനിച്ച് അത് ഒരു ഇടയിൽ വരുമ്പോൾ ഭഗവാൻ പറയും, നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചോ അപ്പോഴും ഞാൻ പോകുമെന്ന് പറയും. അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഭഗവാൻ മാറിക്കളയും. അപ്പോഴും അദ്ദേഹം ഈ വൈരവ്യാപാരം ചെയ്യുന്ന ആളാണ്. വൈരവ്യാപാരം ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ കള്ളന്മാർ, കടൽ കൊള്ളക്കാരന്മാരുണ്ട്, കടലിൽ കൊള്ളയടിച്ചിട്ട് പോകും. അപ്പം ഈ മകനായിട്ട് പോയ ആളെന്ത് ചെയ്ത് വരളി ചാണക വരളിയിൽ ഈ രക്തത്തിനെ എല്ലാം വച്ച് തട്ടി ചാണക വരളിയായിട്ട് വെച്ചിരിക്കുന്നു. കള്ളന്മാർ വന്ന് മറ്റുള്ളവരിൽ നിന്നെല്ലാം പിടിച്ചു വച്ചുകൊണ്ട് പോകും. ഇത് ചാണക വരളിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് അവിടെ വിട്ടിട്ട് പോകും. ഇത് കൊണ്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് നീൻ്റെ ഇത്രയും പണമെല്ലാം തന്നയച്ചല്ലേ, നീ ഇതാണ് ഇവിടെ വാങ്ങിക്കൊണ്ട് വരേണ്ടതെന്ന് പറഞ്ഞ് അച്ഛൻ പട്ടണത്താർ വഴക്ക് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പട്ടണത്താരെന്നല്ല, വേറെ പേരാണ്. വഴക്ക് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഈ വാക്ക് പറയുമ്പോൾ അദ്ദേഹം പോകുന്നുള്ള രീതിയിൽ ഉടച്ചു നോക്കാൻ പറയും. ഉടച്ചു നോക്കുമ്പോൾ അത്രയും രക്തങ്ങൾ, ഇനി ഞാൻ പോവേണമെന്ന് പറയും. ഇദ്ദേഹം അപ്പം തന്നെ കംപ്ലീറ്റ് സർവ്വതും വെടിഞ്ഞിട്ട് ഇദ്ദേഹം നേരെ ഭിക്ഷാന്തേക്കായിട്ട് പോകും. അപ്പം ഭിക്ഷാന്തേക്കായിട്ട് പോകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ സ്വന്തക്കാരൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ മാനാഭിമാനം, ഈ മാനാഭിമാനം പട്ടണത്താർ വിട്ട ആളാണ്. ഈ മാനാഭിമാനമുള്ളത് കൊണ്ട് എല്ലാവരും വന്ന് അദ്ദേഹത്തിന് ഇത് ചെയ്യരുത്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണ് എല്ലാവരും പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ ഭഗവാൻ പട്ടണത്താരത്തിൽ രാജാവിനോട് പോയി പറഞ്ഞു, ആജ്ഞാപിച്ച് രാജാവിനെ വിളിച്ചോണ്ട് വരും. അപ്പോൾ ഇദ്ദേഹം ഒരു കൽമണ്ഡപത്തിൽ ഇങ്ങനെ ചമണം പൊട്ടിയിരിക്കുകയാണ്. അപ്പം രാജാവ് എന്ന് പറയും, നിങ്ങൾ എത്ര മഹാനായ ഒരാളാണ്, നിങ്ങൾ എനിക്ക് എൻ്റെ കൊട്ടാരത്തിന് എന്തൊക്കെ കൊണ്ടുവന്ന് രക്തങ്ങളും വൈഡൂര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നല്ലോ, നിങ്ങൾ ഇതിൽ എന്താണ് ഒരു സുഖം കാണുന്നത്? ഇങ്ങനെ വന്ന് ചമണം പൊട്ടി തുണിയും ഒരു തോർത്ത് കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കണമല്ലോ, നിങ്ങൾ എന്താണ് സുഖം കാണുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന നിങ്ങൾ നിന്ന് ചോദിക്കുന്നു, ഞാൻ ഇരുന്ന് മറുപടി പറയുന്നു. അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ നിന്ന് ചോദിക്കുന്നു, ഞാൻ ഇരുന്ന് മറുപടി, ഞാൻ കാണുന്ന സുഖം ഇതാണെന്ന് പറയും. കാരണം അത്രയ്ക്ക് മാഹാത്മ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം. പട്ടണത്താരൊക്കെ ഭയങ്കര ഭയങ്കര അതുപോലെ തന്നെ എന്നപ്പനല്ലവ എന്തായുമല്ലവ പൊന്നപ്പനല്ലവ പൊന്നമ്പലത്തവ എന്ന് പറഞ്ഞൊരു പാട്ട് തമിഴിലുണ്ട്.
അത് പിന്നെ നന്ദനാർ പാടിയതാണ്. നന്ദനാർ ശിവഭക്തനാണ്, അദ്ദേഹം വന്ന് പറയനാണ്. ആ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ആളിൻ്റെ പിന്നെ വയലിലാണ് ജോലി ചെയ്യണം. അപ്പം അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ അവർ പറയും, ഇദ്ദേഹത്തിന് പിന്നെ ചിദംബരത്തിൽ പോകണമെന്ന് പറഞ്ഞ് വലിയ ആഗ്രഹം, ശിവകോവിലിൽ പോകണമെന്ന്. അപ്പോൾ ഇദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വരട്ടും. അതൊന്നും ഇപ്പോൾ നീ പറയനല്ലേ, പറയനൊന്നും ശിവക്ഷേത്രത്തിൽ പോകാനുള്ള യോഗ്യതയൊന്നുമില്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം നേരെ പോയി ശിവനോടൊക്കെ കരഞ്ഞു അവസാനം അദ്ദേഹം പറയും, നിനക്ക് പോകാനൊരു ചാൻസ് ഞാൻ തരാം. 40 കാണി നിലമുണ്ട്, ഈ 40 കാണി നിലവും വിളയിച്ച് വിളവെഴുന്ന് നെല്ല് കുരുത്ത് നെല്ലിനെ അറുത്ത് അവിടെ കൊണ്ടുവന്ന് അടിച്ചിട്ട് നിനക്ക് പോകാൻ പറയും. അത് ഈ കണക്ക് നോക്കിയാൽ വർഷക്കണക്ക് പിടിക്കും. അതേപോലെ വന്നാണ് പട്ടണത്താർ ഇതിൽ നന്ദനാര കഥയിലുള്ളതാണ്. അദ്ദേഹം വന്ന് അങ്ങനെ വിഴുന്ന് കിടന്ന് ഭഗവാനെ വിചാരിക്കുമ്പം അന്ന് രാത്രി തന്നെ ആ വയൽ പൂരം മുളച്ച് നെല്ല് വന്ന് പാർവട അയാൾ ഓടി പട്ടണത്താരത്തിൽ വരും. പറയേണ്ട അടുത്ത് ഈ ബ്രാഹ്മണൻ വരും. ബ്രാഹ്മണൻ വന്ന് ചോദിക്കും, നിങ്ങൾ എന്നെ ശിഷ്യനായിട്ട് കേൾക്കണം, നിങ്ങളുടെ ഗുരുത്വം എനിക്ക് കേൾക്കണം. അതാണ് എന്നപ്പനല്ലവാ എൻ തായുമല്ലവാ പൊന്നപ്പനല്ലവാ പൊന്നമ്പലത്തവാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് അതിൽ നന്ദനാര ഒരു പാട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അപ്പനാണ് നീ. അത് ഭയങ്കരപ്പെട്ട പാട്ടാണ്. അതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകളോട്ട്. പ്രഭാകരഗിരി സ്വാമികളെ നമ്മൾ കണ്ടുമുട്ടുന്നത് ധർമ്മസന്ദേശ യാത്രയ്ക്കിടയിൽ വെച്ചാണ്. അദ്ദേഹം ആ ഒരു സംഗമം വീണ്ടും ഒട്ടനവധി ആശ്രമങ്ങളിൽ ഒരു യതിപൂജ നടന്ന സമയത്തും വേറെ 1-2 ആശ്രമങ്ങളിൽ വെച്ചും നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും അദ്ദേഹത്തെ കൂടുതൽ അറിയാനും സാധിച്ചു. അപ്പം അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഒരു ലളിതമായിട്ടുള്ളൊരു ജീവിതം അദ്ദേഹം നയിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പം ഈ സത്സംഗത്തിൽ നിന്ന് നമുക്കത് മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം സ്വാമിജി സംസാരിക്കുമ്പോഴെല്ലാം ഈശ്വരൻ്റെ നാമങ്ങൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിൽ തുടക്കത്തിൽ വരുന്നത് അത് തന്നെയാണ്, ഈശ്വരനാമമാണ്. ഈശ്വരനാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആ ഒരു സമർപ്പണമാണ് അദ്ദേഹത്തെ ഇന്ന് കാണുന്ന ഈ ഒരു ലളിതമായിട്ടുള്ള ആ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലേക്ക് നയിക്കുന്ന ആ ഒരു സമർപ്പണം തന്നെയാണ്. ആ ഒരു സംശയവും നമുക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധകർ മാതൃകയാക്കേണ്ടതാണ്. എങ്ങനെയാണ് ആ സമർപ്പണത്തോടു കൂടി ജീവിച്ചാൽ ഈശ്വരൻ നമ്മളോടൊപ്പം കൈപിടിച്ച് നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്. അപ്പം ഒരിക്കൽ കൂടി സ്വാമിജിയുടെ പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കുകയാണ്. സ്വാമിജിക്ക് നമ്മൾ സാധകരോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ഇവിടെ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. എല്ലാം ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രം അനുഭവിച്ച് അറിഞ്ഞ് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാണ് മനുഷ്യന് ജന്മമെടുത്തിട്ടുള്ള നാം എല്ലാവരും. ഇതിൽ ഒരു കാര്യം സത്യമായിട്ടുള്ളത്, ഉള്ള സത്യത്തെ ധർമ്മത്തെയും ഭയന്ന് ആര് ജീവിക്കുന്നു അവൻ സദ്ഗതിയിൽ ചെന്ന് ചേരും. സത്കർമ്മമല്ലാതെ ദുഷ്കർമ്മം ചെയ്താൽ ഈ ഭൂമി വളരെ സത്യമുള്ളതാണ്. ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന പ്രവൃത്തി ഫലമായിട്ട് നമ്മുടെ കയ്യിൽ തിരിച്ച് റിട്ടേൺ ആവും. അതായത് ഭൂമിയിൽ നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, തീമയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീമയായിട്ട് തിരിക്കും. നെല്ല് വാരിയിട്ടാൽ നെല്ല് വളരും, മുള്ളു വാരിയിട്ടാൽ മുള്ളു വളരും. ഇതാണ് സത്യം. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തൽക്ഷണ ഫലമുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവുള്ള രീതിയിൽ വെച്ച് നോക്കിയാൽ ഭഗവാൻ എന്നെ ആ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു മഹാശക്തിയാണെന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നവനാണ്. ഈ രീതിയിൽ തന്നെയാണ് നിങ്ങളെയും ഞാൻ കാണുന്നത്. സർവർക്കും സകല ഐശ്വര്യങ്ങളും സന്തോഷവും സകല കുടുംബത്തിനകത്ത് സകല സന്തുഷ്ടമായ ജീവിതങ്ങൾ നയിച്ചു പോകാൻ മക്കളും കുട്ടികളും എല്ലാവരും വളരെ ഐശ്വര്യപൂർണമായ നിലയിലോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ വണങ്ങുന്ന ഭഗവാനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഉദ്യമം ഞാൻ ഇവിടെ
സമർപ്പണം ചെയ്യുന്നു. പ്രഭാകരഗിരി സ്വാമികളുമായിട്ടുള്ള സത്സംഗം ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്നതെന്നറിഞ്ഞിട്ട് സനാതന സത്സംഗാശ്രമത്തിലെ രാജേന്ദ്രാനന്ദ സരസ്വതി സ്വാമികൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമാണ് പ്രഭാകരഗിരി സ്വാമികൾ. സ്വാമിജി, പ്രഭാകരഗിരി സ്വാമികളെക്കുറിച്ച് 2 വാക്ക് അങ്ങ് സംസാരിക്കും. ഓം സദ്ഗുരുവേ നമഃ. ഓം ചിന്താലേശ്വരായ. ഈ മഹനീയമായ പുണ്യ സന്ദർഭത്തിൽ ഈ ഉള്ളവനും വന്ന് പങ്കെടുക്കുവാൻ കഴിഞ്ഞത് ഈശ്വര നിയോഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മലയങ്കിഴ് കരിപ്പൂരെന്ന് പറയുന്ന സ്ഥലത്ത് സനാതന സത്സംഗാശ്രമവും സ്വയംഭൂ മാതാശ്രീ വിശ്വംഭരി ക്ഷേത്രത്തിൻ്റെയും നടത്തിപ്പിന് നിമിത്തമായ ഒരു ദേഹിയാണ്. ഭഗവാൻ ചിന്താലേശ്വരൻ്റെ നിറസാന്നിധ്യം കൊണ്ട് ആത്മീയതയിലേക്ക് തിരിഞ്ഞ ഒരു ജീവിതമാണ് ഇന്ന് നയിക്കുന്നത്. ഇവിടെ പ്രഭാകരാനന്ദ സ്വാമിജിയുടെ ആ മഹനീയമായ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു മഹനീയ സന്ദർഭമായി ഞാൻ കാണുന്നത്. അദ്ദേഹം ഒരു 7-8 വർഷം കൊണ്ട് ഫേസ്ബുക്കും കൂടെ ഉള്ള പരിചയം ഒരു 2 വർഷത്തിനിപ്പുറമാണ് നേരിട്ട് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ കാണാതെ തന്നെ കാണുന്ന ആത്മമിത്രങ്ങളായി. അതൊരു ആത്മീയ എന്തോ ഒരു ചൈതന്യങ്ങളുടെ ഒരു പ്രതിഫലനം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ അത് പൂർവാധികം ശക്തിയും ഉണർവും ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ടായി. ഉണ്ടാവാൻ കാരണം ആത്മീയത എന്ന് പറയുന്നത് ജീവജാലങ്ങളെല്ലാം ആത്മീയതയിലാണ്. ശിവശക്തിയുടെ മഹിമയിലാണ് ജീവജാലങ്ങളെല്ലാം. ആ ശിവശക്തി എന്ന് പറയുന്നത് ചൈതന്യവും ശക്തിയും, ഇത് രണ്ടും കൂട്ടിമുട്ടിക്കണമെങ്കിൽ ഇതിനിടയിലൊരു ആത്മ എന്ന ഒരു പദമുണ്ട്. ശിവാത്മശക്തി. അച്ഛനും അമ്മയും പ്രകൃതിയും പുരുഷനും നാം തിരിച്ചറിയുന്നത് ആത്മബോധം തെളിയുമ്പോഴാണ്, ആത്മീയതയിലേക്ക് എത്തി നോക്കുമ്പോഴാണ്. അതിന് പൂർവജന്മ നിമിത്തമാകാം, എല്ലാം ഈശ്വരൻ വിതച്ചു വച്ചിട്ടാണ് നമ്മെ ഭൂലോകത്തേക്ക് ജന്മം തന്നു വിടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മഹാത്മാക്കളുമായിട്ട് നമുക്ക് ഇണക്കം വരണമെങ്കിൽ സമാന ചിന്താഗതികളുണ്ടാകും. ആത്മീയതയ്ക്ക് 2 വശമുണ്ട്. ഭൗതിക നേട്ടങ്ങൾ ആണ് ശരി എന്ന് ചിന്തിക്കുന്ന 90% ആൾക്കാരും ആ ഭൗതിക നേട്ടമാണ് ആത്മീയത എന്ന് വാദിക്കാറുണ്ട്. ഈശ്വരതത്വം എന്താണ്? ബ്രഹ്മതത്വം എന്താണ്? ശിവതത്വം എന്താണ്? ഞാൻ ആരാണ്? എന്താണ്? എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഒരു സത്യത്തിലേക്ക് അടുക്കുന്ന അപൂർവം ചില ദേഹികളിൽ ഒരാളാണ് ബ്രഹ്മശ്രീ പ്രഭാകര
സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ആത്മപ്രഭയാണ്, പ്രഭാകരൻ എന്ന നാമത്തിലല്ല, അതൊരു പ്രഭയാണ്, ആത്മീയ പ്രഭ. നിഷ്കാമകർമ്മത്തിലൂടെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ കലിയുഗത്തിൽ വിശ്വാസയോഗ്യമായ ഒരു ജീവിതം നയിക്കുന്ന അപൂർവങ്ങളിൽ ഒരാളായ ഒരു ദേഹിയായിട്ട് എനിക്ക് അദ്ദേഹത്തിൽ ഒരു ചൈതന്യമുണ്ടെന്നും ഉണർന്നിട്ടുണ്ടെന്നും ആ പ്രകാശത്തിലാണ് ആ ദേഹി ജീവിക്കുന്നതെന്നും എനിക്ക് ബോധ്യമാകുന്നു. ഈശ്വര കൃപയാൽ ഈയുള്ളവൻ്റെ എളിയ ആശ്രമ സന്നിധിയിലും ഈ പ്രഭാകര യോഗി വന്ന് സാന്നിധ്യം അറിയിച്ചു. അത് എനിക്ക് ഒരു സഹോദര സ്ഥാനത്തു നിന്ന് എനിക്ക് ഇങ്ങോട്ട് ആത്മീയമായ ഒരു തണലേകുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അതുപോലെ ഞങ്ങൾ ആത്മീയമായുള്ള ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താറുണ്ട്. അത് അനേകർക്ക് ഗുണമാകുന്ന, ലോകർക്ക് നന്മയേകുന്ന ഒരു വഴിയാണ് ആത്മീയത. നമ്മളാരും അനാഥരല്ല, സനാതനരാണെന്നാണ് പ്രഭാകര സ്വാമികളിലൂടെ ഞാനും ദർശിക്കുന്നത്. ശിവനെന്ന് പറയുന്ന ആ അരൂപമായ ആ പുരുഷൻ്റെ സഹധർമ്മിണിയായ പ്രകൃതി, ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ആത്മാവും ആത്മാർത്ഥതയും. ആത്മാവും ആത്മാർത്ഥതയും എന്തെന്നറിയണമെങ്കിൽ ആ ശിവ ആത്മ ശക്തിയുടെ രഹസ്യം നമുക്ക് പകർന്നു തരുന്ന ഗുരുപരമ്പരയുടെ മഹിമ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അനേകം സിദ്ധന്മാരുടെയും അനേകം പുണ്യാത്മാക്കളുടെയും മഹനീയ സാന്നിധ്യം കൊണ്ട് അവരുടെയും അതിൽ നിന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അന്തരാത്മാവിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ജീവൻ്റെ ചൈതന്യം, ഞാൻ ഇതല്ല, ഇതിനുള്ളിലെ ആ നിത്യസാക്ഷി എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്നും ആ ആത്മാവിനെ നാം തിരിച്ചറിയുവാൻ ഗുരുപരമ്പരകളുടെയും സത്സംഗങ്ങളുടെയും സജ്ജനങ്ങളുടെയും മഹിമ സംശയ നിവാരണത്തിലൂടെ നമ്മൾ മനുഷ്യർ അറിഞ്ഞിരുന്നാൽ നമ്മുടെ ജീവിതം ആപത്തൊഴിവാകുന്ന വളരെയധികം നേരായ വഴി ചൂണ്ടിക്കാണിക്കുന്നവരാണ് ആത്മീയ ഗുരുക്കൾ എന്നുള്ള ബോധ്യം ഈ ഉള്ളവൻ്റെ ജീവിതം കൊണ്ട് പറയുന്നു. പ്രഭാകര സ്വാമിയെപ്പോലുള്ള മഹാത്മാക്കളുടെ വാണി, ആ വാക്കുകൾ മനുഷ്യർ ശ്രവിക്കുകയും അതിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ലളിതമായ ജീവിതത്തിൽ കൂടി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ശാന്തിയും സമാധാനവും മറ്റുള്ളവർ നേരിട്ട് കാണുകയും അതിലൂടെ ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു മനുഷ്യ വിളക്കായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നതിന് മകുട ഉദാഹരണമാണ് പ്രഭാകരസ്വാമിയെപ്പോലുള്ള ഗുരുജനങ്ങൾ. അവർക്കെല്ലാം ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ. അവരുടെ എല്ലാം പ്രാർത്ഥന ഈ ലോക ജനങ്ങൾക്കും ആത്മവിശ്വാസവും ആത്മാനുഗ്രഹവും തരുമാറാകട്ടെ. മഹാത്മാക്കൾ ഇത് കനിവോടെ വിളമ്പിത്തരുന്ന ആ അമൃത് വരും തലമുറ വേവലാതികളെല്ലാം മാറ്റുന്നതിന് വേണ്ടി ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹനീയമായ ഈ സംരംഭത്തിൽ വന്നു ചേരുവാൻ ദൈവം എന്നെയും അനുഗ്രഹിച്ചതിൽ വളരെയധികം കൃതജ്ഞതയുള്ളവനായി ഞാൻ കരുതുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.